السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا أقسم بيوم القيامة ولا أقسم بالنفس اللوامة أيحسب الإنسان أن لن نجمع عظامه بلى قادرين على أن نسوي بنانه. കേരള നദുവത്തുൽ മുജാഹിദിൻ്റെ KNMൻ്റെ വിദേശ രാഷ്ട്രങ്ങളിലെ പോഷക ഘടകമായ UAE ഇന്ത്യൻ ഇസ്ലാഹി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ പഠനാർഹമായ ക്ലാസ്സിലേക്കും ഇഫ്താർ മീറ്റിലേക്കും നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കടമ. നിങ്ങൾക്കറിയാം, കേരളത്തിലെ മത സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സാന്നിധ്യമായ കേരള നദുവത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആദർശ വിശുദ്ധിയെ സംബന്ധിച്ചും നിങ്ങൾക്കേവർക്കും അറിയുന്ന കാര്യമാകണം. അതോടൊപ്പം തന്നെ UAEയിലെ ഇസ്ലാഹി സെൻ്ററിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. അബുദാബിയിലെ മത സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സംഘടനയുടെ നിറസാന്നിധ്യം നിങ്ങൾക്കേവർക്കും അറിയുന്നതാണ്. നാം കൂടുതൽ പരത്തി പറയാൻ ആഗ്രഹിക്കുന്നില്ല. നാം വളരെയധികം പ്രതീക്ഷിച്ചു നിൽക്കുന്ന നമ്മുടെ ബഹുമാന്യ പണ്ഡിതന്മാർ രണ്ടുപേരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവരെ ആർദ്രമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് പഠനാർഹമായ ക്ലാസ് എടുക്കുന്നത് കേരള നദുവത്തുൽ മുജാഹിദീൻ സംസ്ഥാന സെക്രട്ടറിയും എൻ്റെ സഹപാഠിയുമായ ജനാബ് എ അബ്ദുറഹ്മാൻ സലഫി അവർക്കാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ് എടുക്കുന്ന ബഹുമാന്യ പണ്ഡിതൻ മോങ്ങം അബ്ദുസ്സലാം മൗലവിയെ സംബന്ധിച്ച് അബുദാബിയിലും UAEയിലുള്ളവർക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. തൻ്റേതായ ശൈലിയിലൂടെ നമ്മെ എല്ലാവരെയും വളരെയധികം തസ്കിയത്ത് ചെയ്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹം മോങ്ങം വനിതാ അറബി കോളേജിലെ അധ്യാപകനാകുന്നു. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അബുദാബിയിലെ ഇസ്ലാഹി സെൻ്ററിൻ്റെ നെടുംതൂണും അതോടൊപ്പം തന്നെ സെൻ്ററിൻ്റെ പ്രധാന ഭാരവാഹിയുമായിരുന്ന ഞങ്ങളുടെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകനായിരുന്ന മുഹസിൻ സാഹിബ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യട്ടെ. ഞങ്ങളുടെ ഈ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും സെൻ്ററിൻ്റെ പേരിൽ ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത ഭാഷണം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മോട് ആദ്യമായി സംസാരിക്കുന്നത് തസ്കിയത്ത് എന്ന വിഷയത്തെ ആവിഷ്കരിച്ച് സംസാരിക്കുന്നത് ജനാബ് മോങ്ങം അബ്ദുസ്സലാം മൗലവിയാകുന്നു. അദ്ദേഹത്തെ അതിനു വേണ്ടി ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا.
من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ونفس وما سواها فألهمها فجورها وتقواها قد أفلح من زكاها وقد خاب من دساها പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അബുദാബി ഇസ്ലാഹി സെൻ്ററിൻ്റെ ഭാരവാഹികളെ, KNM സംസ്ഥാന സെക്രട്ടറി ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി, നാം ഈ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ സന്തോഷകരമായ ഒരുമിച്ച് കൂടലിലാണ്. വിശുദ്ധ റമദാനിലെ പവിത്രമായ ഒരു ദിവസത്തിൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ഒന്നിച്ചു നിൽക്കുന്ന നാം ഒരു ദിവസം ഒരുമിച്ച് കൂടി ഇവിടെ വെച്ച് നോമ്പ് തുറക്കുകയും ദീനുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കി വെക്കേണ്ട, ജീവിതത്തിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പരസ്പരം ചർച്ച നടത്തുകയും ചെയ്യുക എന്നതാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ലക്ഷ്യം. ഇസ്ലാഹി സെൻ്റർ ഇതുപോലെയുള്ള കൂട്ടായ്മകൾ സംഘടിപ്പിക്കുന്നത് അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ്. ഇസ്ലാഹ് ആണ് ഇസ്ലാമിക പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം. പ്രവാചകന്മാരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞത് ആ ഇസ്ലാഹിനെ കുറിച്ചാണ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ് എന്ന് പറയാത്ത എന്ന ആശയം സമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കാത്ത പ്രവാചകന്മാരുണ്ടായിട്ടില്ല. ആ ഇസ്ലാഹിൽ, ആ ഒരു പൊതുനന്മ, ആ പൊതുനന്മയെ ലക്ഷ്യം വെച്ചാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശേഷിച്ചും വിശുദ്ധ റമദാനിൽ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഇസ്ലാഹിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമായ നാം സ്വയം നന്നാവുക എന്ന അടിസ്ഥാനപരമായ നന്മയെക്കുറിച്ചാണ് നാം ഏറെക്കുറെ കൂടുതൽ ചിന്തിക്കേണ്ടത്. വിശുദ്ധ റമദാൻ നമ്മെ നന്നാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ്. നമ്മെ സംസ്കരിക്കുന്നതിന് വേണ്ടി അള്ളാഹു നമുക്ക് നൽകിയ അവസരമാണ്. ആ സംസ്കരണമാണ് ഇസ്ലാമിലെ മുഴുവൻ ആരാധനാ കർമ്മങ്ങളുടെയും അടിസ്ഥാനം. ഏത് ആരാധനാ കർമ്മങ്ങൾ പരിശോധിച്ചാലും അതിൽ നമുക്ക് മനസ്സിലാകുന്നത് അടിസ്ഥാനപരമായി അതിൻ്റെ ലക്ഷ്യം ഫിസിക്കൽ ഫിറ്റ്നസ് അല്ല, മറിച്ചൊരു മൈൻഡ് ഫിറ്റ്നസ് ആണ്. ഇസ്ലാമിൻ്റെ സ്വഭാവവും പ്രത്യേകതയും അതാണ്.
ഒരു വ്യക്തിയുടെ ശാരീരികമായ ക്ഷേമുഷിയല്ല ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ഫിസിക്കലായി അവൻ എത്ര ഫിറ്റാണ് എന്നതല്ല ഇസ്ലാമിൻ്റെ പ്രധാനമായ കാര്യം. മറിച്ച് മനുഷ്യനെന്ന് പറയുന്നത് കേവലം അവൻ്റെ ശരീരമല്ല എന്നും, മനുഷ്യനെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിലുള്ള സംസ്കരണ പ്രക്രിയകൾ നിർവഹിച്ച ഒരു ജീവിയല്ല എന്നും, മനുഷ്യനെന്ന് പറയണമെങ്കിൽ മനുഷ്യത്വം ഉണ്ടാകണമെന്നും, മനുഷ്യത്വം എന്നത് ഉണ്ടാകുന്നത് വളരെ ശക്തമായ സംസ്കരണ പ്രക്രിയയിലൂടെയാണ് എന്നും നാം അറിയേണ്ടതുണ്ട്. ഒരു റോ മെറ്റീരിയൽ, ഒരു അസംസ്കൃത പദാർത്ഥം എന്ന് പറയുന്നതിനപ്പുറം മനുഷ്യനാകുന്നത് ഒരു സംസ്കരണ പ്രക്രിയയിലേക്ക് അവൻ പ്രവേശിക്കുന്നത് കൊണ്ടാണ്. ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്ന് മനുഷ്യർ, നമുക്കറിയാം, ഈ സംസ്കരണം സിദ്ധിക്കാത്തതിൻ്റെ ഭാഗമായി വളരെയധികം അധപതിച്ച അവസ്ഥ നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഭാഷയിൽ സാധാരണ പ്രയോഗിക്കാറുണ്ട് മൃഗങ്ങളെക്കാൾ അധപതിച്ചു പോയ മനുഷ്യൻ എന്ന്. ഭാഷാപരമായി ആ പ്രയോഗം എത്ര ശരിയാണ് എന്ന് എനിക്കറിയില്ല. പക്ഷേ മൃഗങ്ങളെ ആക്ഷേപിക്കാൻ ഞാൻ ഒരുക്കമല്ലാത്തതുകൊണ്ട് എന്തിനെയാണ് മനുഷ്യൻ ഇന്ന് വന്നു ഭവിച്ചിട്ടുള്ള അധപതനത്തെ എന്തിനോടാണ് ഉപമിക്കുക എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എന്തുമാത്രം ശക്തിയുള്ള അധപതനമാണ് മനുഷ്യൻ എന്ന ജീവിക്ക് നേരിട്ടിട്ടുള്ളത് എന്ന്. കണ്ണു കാണാത്ത അവസ്ഥ, ഒന്നും മനസ്സിലാകാത്ത അവസ്ഥ, എന്തുമാത്രം ഭയാനകമായ അവസ്ഥയിലാണ് നാം ഉള്ളതെന്ന് ചിന്തിച്ചു നോക്കൂ. മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. എന്ത് ശക്തമായ സ്ഫോടനങ്ങളുടെ ശബ്ദമാണ് നാം ദിനേന കേട്ടുകൊണ്ടിരിക്കുന്നത്. മനുഷ്യനെ സംസ്കരിക്കേണ്ട ആരാധനാലയങ്ങളുടെ അകത്തളങ്ങളിൽ പോലും പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് നെട്ടിയിരിക്കുകയാണ് ഞാനും നിങ്ങളും. എപ്പോൾ എവിടെ പൊട്ടും എന്നറിയാത്ത ദുരവസ്ഥ. ഇതിനെ മനുഷ്യൻ വിളിക്കുന്നത് മനുഷ്യ ബോംബ് എന്നാണ്. ചിന്തിച്ചു നോക്കൂ, എങ്ങനെയാണ് മനുഷ്യന് ഇത്രമാത്രം മതപതിക്കാൻ കഴിയുന്നത്? സമാധാനത്തിന് വേണ്ടി ചെല്ലേണ്ട ആരാധനാ കേന്ദ്രങ്ങളിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ചാവേറായി മാറണമെന്ന വളരെ ഒരു ദുരാഗ്രഹം പിടിച്ച ചിന്ത, അധപതിച്ച ചിന്ത എന്തുകൊണ്ട് മനുഷ്യന് വന്നു എന്ന് നാം ആലോചിക്കണം. ഇവിടെയാണ് സംസ്കരണത്തിൻ്റെ പ്രധാനമായ ലക്ഷ്യമെന്ത് എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ഇതിൽ ഏതെങ്കിലും പ്രത്യേകമായ രാജ്യത്തുള്ള മനുഷ്യരെന്ന വ്യത്യാസമില്ല. നമ്മുടെ രാജ്യം സാംസ്കാരികമായി വളരെ പുരോഗതി പ്രാപിച്ച രാജ്യമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നാം പാടുന്നതും പറയുന്നതും അപ്രകാരമാണ്. പക്ഷെ നമുക്കറിയാം, റൊട്ടിയുണ്ടാക്കുന്ന അടുപ്പുകളിൽ പോലും മനുഷ്യനെ ചുടാൻ ഒരു തരത്തിലുള്ള മയവും ഇല്ലാത്ത രൂപത്തിൽ അധപതിച്ച ഒരു രാജ്യമാണ് നാം. മാതാപിതാക്കൾ സ്വന്തം കുഞ്ഞുങ്ങളെ വിഷം കൊടുത്ത് കൊല്ലുന്ന വല്ലാത്ത ഒരു ദുരന്തപൂർണമായ കാഴ്ച. വിവരിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് ഇന്നത്തെ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പരം സ്നേഹിക്കുന്നു എന്ന് കരുതുന്ന കാമുകനും കാമുകിയും, കാമുകിമാർ കാമുകന്മാരെ കഷ്ണം കഷ്ണമായി മുറിച്ച് സൂട്ട് കേസുകളിൽ വെച്ച് അവസാനം എവിടെയെങ്കിലുമൊക്കെ വേസ്റ്റ് ബിന്നുകളിൽ ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് സ്നേഹം മാറിമറിയുന്ന ദുരവസ്ഥ. ഇവിടെയാണ് സംസ്കരണ പ്രക്രിയയെക്കുറിച്ചുള്ള സംസാരം ഏറ്റവും ശക്തമായി നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ മുഴുവൻ ഇബാദത്തുകളും മനുഷ്യനെ സംസ്കരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. നമ്മളൊക്കെ സ്വലാത്ത് നിർവഹിക്കുന്നു. സ്വലാത്തിന്റെ ലക്ഷ്യം തന്നെ സിലത്തുൻ ബൈനൽ അബ്ദി വറബ്ബിഹി എന്നാണ്. അതാണ് സംസ്കരണത്തിന്റെ ഒന്നാമത്തെ പാഠവും. അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുക എന്നത്. സ്വലാത്ത് എന്ന പദം സിലത്തിൽ നിന്ന് വന്നതാണ്.
നമസ്കാരമെന്ന് പരിഭാഷപ്പെടുത്തി അതിനെ നാം അതിൻ്റെ അർത്ഥത്തെ ചെറുതാക്കി കളഞ്ഞുകൂടാ. മലയാള ഭാഷയിൽ നമസ്കാരം എന്ന് പറയുമ്പോൾ അത് രണ്ട് കൈയും കൂപ്പി ഒരൽപ്പം വിനയത്തോടുകൂടി ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്നാൽ അത് നമസ്കാരമാണ്. ഇസ്ലാമിലെ സ്വലാത്ത് അതല്ല. മറിച്ച് അവിടെ കൈകൂപ്പുകയല്ല, വിനയാന്വിതനാവുക മാത്രമല്ല ചെയ്യുന്നത്. എവിടെയാണ് വിനയം കാണിക്കേണ്ടത്, എവിടെയാണ് കൂപ്പേണ്ടത്, എവിടെയാണ് നമിക്കേണ്ടത് എന്ന കൃത്യമായ ചിന്തയോടുകൂടി മനുഷ്യനും മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവും തമ്മിലുള്ള ശക്തമായ ബന്ധം, ആ ബന്ധം ഒരിക്കലും അതിനൊരു ചെറിയ ന്യൂനതയും സംഭവിച്ചുകൂടാ, ഒരയവും സംഭവിച്ചുകൂടാ. കടുപ്പമുള്ള ശക്തിയുള്ള ബന്ധമാകണം അത് എന്ന ചിന്തയാണ് സ്വലാത്ത് പഠിപ്പിക്കുന്നത്. ആ ബന്ധത്തിലൂടെ മനുഷ്യനിലുള്ള മുഴുവൻ അഴുക്കുകളും അവനറിയാതെ താഴേക്ക് പോകുന്ന അവസ്ഥ, അതാണ് സ്വലാത്തിലുള്ളത്. മഹാനായ നബി തങ്ങൾ സ്വലാത്തിനെ കുറിച്ച് പറഞ്ഞു വന്നത് നമ്മുടെ മനസ്സിലുണ്ടാകും. നിങ്ങളുടെ വീടുകളുടെ മുമ്പിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ ജലമുള്ള ഒരു പുഴയിൽ നിന്ന് 5 നേരവും നിങ്ങൾ കുളിച്ചാൽ നിങ്ങളിൽ വല്ല അഴുക്കും ബാക്കിയാകുമോ എന്ന ചോദ്യമാണ് റസൂലുള്ള ചോദിച്ചത്. അതുപോലെ സഹോദരങ്ങളെ, നമ്മെ സംശുദ്ധമാക്കുന്ന സംസ്കരിക്കുന്ന പ്രക്രിയയാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അത് കേവലം ശരീരം കൊണ്ടുള്ള ഒരു പ്രവർത്തനമല്ല. അതുകൊണ്ടാണ് സ്വലാത്തിന്റെ അടിസ്ഥാനമായി നിശ്ചയിച്ചത് ഖുശൂ എന്നതാണ്. ഖുശൂ എന്നത് എൻ്റെ താടിയിലോ തലപ്പാവിലോ ശരീരത്തിന് മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ കാണാനില്ല, കാണാൻ സാധ്യമല്ല. ഖുശൂ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു വിശ്വാസിയുടെ വിജയത്തിന്റെ ആധാരമാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നമസ്കാരങ്ങളിൽ, സ്വലാത്തുകളിൽ ഖുശൂഉള്ളവരാണ് വിജയിച്ചവർ, ഫലാഹ് എന്ന വിജയം നേടിയവർ, പരാജയമില്ലാത്ത വിജയം നേടിയവർ എന്ന് ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ ഖുശൂ ലഭിക്കുന്ന ഇടം, ആ ഖുശൂഇന്റെ ഉറവിടം അത് ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളല്ലെന്നും മറിച്ച് മനുഷ്യന്റെ മനസ്സാണ് എന്നും നാം പഠിച്ചെടുക്കേണ്ടതുണ്ട്. ഇത് തന്നെയാണ് എല്ലാ ആരാധനാലയങ്ങളുടെയും എല്ലാ ആരാധനാ പ്രക്രിയകളുടെയും അവസ്ഥ. സക്കാത്ത് എന്തിനു വേണ്ടിയുള്ളതാണ്? സലാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമസ്കാരം എന്ന് പരിഭാഷപ്പെടുത്തി ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നതുപോലെ തന്നെ സക്കാത്തിനെ കുറിച്ച് അതൊരു ചക്കാത്തായി അധപതിച്ച ഒരു കാലമാണ് ഇന്നുള്ളത്. സക്കാത്ത് കേവലം ഒരു സാമ്പത്തിക വിനിമയം മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. സക്കാത്ത് എന്ന് പറയുന്നത് കേവലം സാമ്പത്തികമായ ഒരു പ്രക്രിയയോ വിനിമയമോ അല്ല. അതിൻ്റെ അടിസ്ഥാനം അതല്ല. സക്കാത്ത് എന്ന സംവിധാനം ദാരിദ്ര്യമെന്ന ഒരവസ്ഥ സമൂഹത്തിൽ നിന്ന് നിർമാർജനം ചെയ്യുമെന്ന് സക്കാത്തിന്റെ ഭൗതികമായ പഠനങ്ങളിലൂടെ മാത്രം പോയ ചില ആളുകൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന മുസ്ലിം സമൂഹം നടത്തി എന്ന് ചോദിച്ചാൽ ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായാണ് അത്. സക്കാത്ത് കൊണ്ട് ദാരിദ്ര്യത്തെ നിർമാർജനം ചെയ്യാൻ സാധ്യമല്ല. കാരണം ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യന് നിർമാർജനം ചെയ്യാവുന്ന ഒന്നല്ല. രോഗമെന്ന് പറയുന്നത് മനുഷ്യന് ഇല്ലാതാക്കാൻ പറ്റിയ ഒന്നല്ല എന്നതുപോലെ തന്നെയാണ് ദാരിദ്ര്യത്തെക്കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട പാഠം. ദാരിദ്ര്യവും രോഗവും ഒരേ കണ്ണിലാണ് ഇസ്ലാം കാണുന്നത്. നിർമാർജനം ചെയ്യാവുന്ന ഒന്നല്ല രണ്ടും. അത് മനുഷ്യനാക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച ഒരു പരീക്ഷണ പ്രക്രിയ മാത്രമാണ്. അള്ളാഹു അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. രോഗവും ദാരിദ്ര്യവും അതിനു വേണ്ടിയുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ അങ്ങനെയാണ് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പിന്നെന്തിനാണ് ഈ സക്കാത്ത്? എന്താണ് സക്കാത്തിന്റെ അടിസ്ഥാനം? അത് ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നു. ഖുദ് മിൻ അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം. സലാത്തിനെ കുറിച്ച് പറഞ്ഞ അതേ ഭാഷ തന്നെയാണ് സക്കാത്തിനെ കുറിച്ച് പറയുന്നിടത്തുമുള്ളത്. തുതഹിറുഹും വതുസക്കീഹിം.
നീ സമ്പന്നരിൽ നിന്ന്, അവരുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് വാങ്ങണം, പിടിച്ചെടുക്കണം, സ്വീകരിക്കണം. അതെന്തിനാണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയല്ല. സാധ്യമല്ല മനുഷ്യനത്. ലോകത്തെ മനുഷ്യൻ എത്ര തന്നെ അധ്വാനിച്ചാലും അത് സാധ്യമല്ല. മറിച്ച് എന്തിനാണ് സക്കാത്ത്? തുതഹിറുഹും വതുസക്കീഹിം. 2 ഗുണം അവർക്ക് നൽകാനാണ്. ഒന്നാമത്തെ ഗുണം തഹാറത്ത് എന്ന ഗുണമാണ്. രണ്ടാമത്തെ ഗുണം തസ്കിയത്ത് എന്ന ഗുണമാണ്. രണ്ടും പരിഭാഷ ആവശ്യമില്ലാത്ത വിധം നമുക്ക് പരിചയമുള്ള 2 ഗുണങ്ങളാണ്. അവിടെ നാം മനസ്സിലാക്കുക, സക്കാത്ത് നൽകുന്നതിലൂടെ സംഭവിക്കുന്നത്, സക്കാത്ത് എന്ന സംവിധാനം മുസ്ലിം സമൂഹത്തിൽ ഉടലെടുക്കുന്നതിലൂടെ സംഭവിക്കുന്നത് പരസ്പരമുള്ള ഒരു പരിശുദ്ധിയാണ്, വൃത്തിയാണ്, മനസ്സിന്റെ വിശാലതയാണ്, മനുഷ്യന്റെ സംസ്കരണമാണ്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഹജ്ജ് കർമ്മത്തിലേക്ക് പ്രവേശിച്ചു നോക്കൂ. എന്താണ് ഹജ്ജിന്റെ ലക്ഷ്യം? ഹാജി എന്ന് വിളിക്കലല്ല, ഒരു ദുരഭിമാന പ്രകടനമല്ല, എനിക്ക് പണമുണ്ടെന്ന് കാണിക്കലല്ല, യാത്ര ചെയ്യാൻ എനിക്ക് കഴിവുണ്ടെന്ന് കാണിക്കലല്ല, ഭൗതികമായ ഏതെങ്കിലും ശക്തിയെ മുമ്പോട്ട് കൊണ്ടുവരലല്ല ഹജ്ജ് എന്ന് പറയുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞു വരുന്ന മനുഷ്യനെ ഉപമിച്ചത് സ്വന്തം ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടാണ്, നിർമ്മലമായ മനോഭാവത്തോടാണ്, നിസ്വാർത്ഥമായ മനസ്സിനോടാണ്. അവിടെയാണ് ആരാധനകളെക്കുറിച്ചുള്ള പഠനം യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സിൻ്റെ അടിയിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യം നമുക്ക് ബോധ്യമാകുന്നത്. ഇത് തന്നെയാണ് ഇപ്പോൾ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സൗമിൻ്റെയും പ്രസക്തി. സൗം എന്ന് പറയുന്നത് കേവലം നോമ്പ് എന്ന മലയാള പദം കൊണ്ട് വിവർത്തനം ചെയ്യാവുന്ന ഒന്നല്ല. സൗം എന്ന് പറയുന്നത് കേവലം വ്രതം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്ന ഒന്നല്ല. വ്രതവും നോമ്പുമൊക്കെ എല്ലാ സമുദായങ്ങൾക്കും പരിചയമുള്ള പദങ്ങളാണ്. ആ വ്രതവും നോമ്പുമായി നമ്മുടെ സൗമിനൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് കേവലം നോമ്പ്, വ്രതം എന്നർത്ഥം വരുന്ന ഏതെങ്കിലും പദമല്ല വിശുദ്ധ ഖുർആൻ ഈ ആരാധനയ്ക്ക് ഉപയോഗിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. മറിച്ച് സൗം എന്ന വിശാലമായ പദമാണ്. സൗം എന്നതിന്റെ വിവക്ഷ പട്ടിണി കിടക്കലല്ലോ, ദാഹിച്ച് വലയലല്ലോ. സൗമിനെ നിർബന്ധമാക്കിയെടുത്ത് പടച്ചറബ് നമ്മളോട് പറഞ്ഞത് യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. നിങ്ങൾക്കിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എളുപ്പമാണ്, പ്രയാസമല്ല. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നേയില്ല. ചിന്തിച്ചു നോക്കൂ. ഇവിടെ നാം മനസ്സിലാക്കണം, ശാരീരികമായ ഒരു പ്രവർത്തനമല്ല സൗം എന്ന് പറയുന്നത്. മറിച്ച് സൗം എന്ന പദത്തിന്റെ വിവക്ഷ തന്നെ അൽ ഇംസാഖ് എന്നാണ്. പിടിച്ചു നിൽക്കണം. എന്തിൽ നിന്ന് എന്തിനെ പിടിച്ചു നിർത്തണം? അവിടെയാണ് മനുഷ്യനാകുന്ന പ്രക്രിയയെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. പിടിച്ചു നിർത്തേണ്ടത് എന്തിൽ നിന്ന് എന്തിനെയാണ്? എൻ്റെ വീട്ടിനകത്തുള്ള ഫ്രിഡ്ജിൽ തണുത്തു നിൽക്കുന്ന വളരെ മധുരമുള്ള ജ്യൂസിൽ നിന്ന് എൻ്റെ ശരീരത്തെ പിടിച്ചു നിർത്തലാണോ സൗം? സുന്ദരിയും സുമുഖിയുമായ എൻ്റെ കുടുംബിനിയിൽ നിന്ന് എനിക്ക് വൈകാരികമായ ആവേശമുണ്ടായപ്പോൾ എന്നെ പിടിച്ചു നിർത്തിയ പ്രക്രിയ മാത്രമാണോ സൗം? അല്ല, അത് സൗമിൻ്റെ ഒരു ചെറിയ വശം മാത്രമാണ്, ഒരു ഭാഗം മാത്രമാണ്. സൗം എന്ന് പറയുന്നത് വളരെ കൃത്യമായി നാം മനസ്സിലാക്കണം. അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിൽ നിന്ന് എൻ്റെ മനസ്സിനെ തടുത്തു നിർത്തുന്ന എല്ലാറ്റിൽ നിന്നും ഞാൻ എൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്തണം. അതാണ് സൗം. കാരണം ആരാധനകളുടെ വിവക്ഷ മാനസികമായ സംസ്കരണവും ആ സംസ്കരണത്തിലൂടെ അള്ളാഹുവിനെ ഓർക്കാനുള്ള അവസ്ഥയുമാണ്, ദിക്റിനുള്ള അവസ്ഥയാണ്, ദിക്റുള്ളയാണ്. ആരാധനകളെ കുറിച്ച് പറഞ്ഞെടുത്തൊക്കെ പറഞ്ഞത് ലിദിക്രി, എന്നെ ഓർക്കാൻ. സൗം അതിനു വേണ്ടിയുള്ളതാണ്. എന്നെ ഓർക്കാൻ. ഭക്ഷണം കഴിക്കാതിരുന്നാൽ, വെള്ളം കുടിക്കാതിരുന്നാൽ, ജ്യൂസ് കഴിക്കാതിരുന്നാൽ, നമുക്ക് അനുവദിച്ചിട്ടുള്ള എന്നാൽ റമദാനിൽ പകലിൽ പാടില്ലെന്ന് പറഞ്ഞ പലതിൽ നിന്നും നാം അകന്നു നിന്നാൽ മാത്രം നോമ്പാവുകയില്ല. ആ അകൽച്ചയൊക്കെ മറ്റൊരു അടുപ്പത്തിലേക്ക് നമ്മെ എത്തിക്കണം. ഏതാണ് ആ അടുപ്പം? അകൽച്ച ഏതെന്ന് നമുക്ക് മനസ്സിലായി. ആ അടുപ്പം ഏതാണ്? അത്
അള്ളാഹുവിലേക്കുള്ള അടുപ്പമാണ്, സൃഷ്ടാവിലേക്കുള്ള അടുപ്പമാണ്. ആ അടുപ്പത്തിലേക്ക് നമ്മളെ എത്തിക്കണം. ആ സൃഷ്ടാവിനെ കുറിച്ചുള്ള പച്ചയായ സ്മരണ നമ്മുടെ മനസ്സിൽ സദാസമയവും ഉണ്ടാകണം, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സ്മരണ നശിപ്പിക്കുന്ന സകലതിൽ നിന്നും നാം മോചിതമാക്കണം. ആ സ്മരണ നശിപ്പിക്കുന്ന സകലതും നാം ഒഴിവാക്കണം. അതാണ് സൗം. അതാണ് സൗം. സൗമിന്റെ വിവക്ഷ അതാണ്. അതായിരിക്കണം സൗം. അവിടെയാണ് സംസ്കരണം പൂർത്തിയാകുന്നത്. അവിടെ മാത്രമേ സംസ്കരണം പൂർത്തിയാകൂ. അങ്ങനെയാകണം നാം മനസ്സിലാക്കേണ്ടത്. ആ രൂപത്തിൽ സലാത്തിലൂടെ, സൗമിലൂടെ, ഹജ്ജിലൂടെ, സകാത്തിലൂടെ റബ്ബുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഇഴയടുപ്പം ശക്തമാകുമ്പോൾ മാത്രമാണ് നാം മുഅ്മിനുകളായി തീരുന്നത്. റബ്ബിനെ കുറിച്ചുള്ള സംതൃപ്തിയാണ് ഒന്നാമതായി നമുക്കവിടെ ആവശ്യം. ആരാണ് റബ്ബ് എന്ന് നാം അറിഞ്ഞിട്ടുണ്ട്. ഷഹാദത്തിലൂടെ നാം മനസ്സിലാക്കിയത് ആരാണ് റബ്ബ് എന്നായിരുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് നമ്മെ പഠിപ്പിച്ചത് ആരാണ് റബ്ബ് എന്ന് ഞാൻ അറിഞ്ഞു. അറിയുക മാത്രമല്ല, ഞാനിതാ ലോക സമൂഹത്തിന് സാക്ഷിയാണ്. ഞാൻ റബ്ബ് ആരാണെന്ന് അറിഞ്ഞിട്ടുണ്ട് എന്നത്. ആരാണ് അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് എന്ന് ഞാൻ അറിഞ്ഞു എന്ന് മാത്രമല്ല, അറിഞ്ഞു എന്നതിന് എൻ്റെ ജീവിതം സാക്ഷിയാണ്. ആ ഷഹാദത്ത് നിർവഹിച്ചു കഴിഞ്ഞാൽ, ആ ഷഹാദത്തിന്റെ ആളുകളായി കഴിഞ്ഞാൽ, ആ ഷഹാദത്ത് ജീവിതത്തിലൂടെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ എനിക്ക് ധൈര്യമുണ്ടെന്ന് പറയാൻ നമുക്ക് സാധിച്ചാൽ അതാണ് നമ്മുടെ ഒന്നാമത്തെ വിജയം. അവിടെ നാം പരാജയപ്പെട്ടു പോകരുത്, അവിടെ നാം തോറ്റു കൊടുക്കരുത്. അള്ളാഹു ആയിരിക്കണം എൻ്റെ ഇലാഹ്, അള്ളാഹു ആയിരിക്കണം എൻ്റെ റബ്ബ്, അള്ളാഹു ആണ് എൻ്റെ ഖാലിഖ്, അള്ളാഹു ആണ് എൻ്റെ റാസിഖ്. ഇത് കേവലം സംസാരമാകരുത്. സമൂഹത്തിന് കാണിച്ചു കൊടുക്കാവുന്ന ഒരു ഉന്നതമായ മനസ്സിന്റെ ഉടമയാണ് ഞാനെന്ന് സാക്ഷ്യം വഹിച്ച് പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ നാം മുസ്ലിമായി തീരുന്നു. അവിടെ നമുക്കൊരു പാളിച്ച വന്നു പോകരുത്, ഒരബദ്ധം സംഭവിച്ചു പോകരുത്. അള്ളാഹുവിൻ്റെ അസ്മാകളിലോ സിഫാത്തുകളിലോ ഏതെങ്കിലും രൂപത്തിലുള്ള കൈകടത്തലുകളോ മായം ചേർക്കലുകളോ സംഭവിച്ചു പോകരുത്. അള്ളാഹു എൻ്റെ രോഗം മാറ്റും എന്ന് വിശ്വസിക്കുന്നിടത്ത് മറ്റാരെങ്കിലും എൻ്റെ രോഗം മാറ്റും എന്ന ചിന്ത ഷഹാദത്തിലുള്ള മായമാണ്. അതോടുകൂടി ഞാൻ നശിച്ചു കഴിഞ്ഞു. എനിക്ക് പിന്നീട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ അവകാശമില്ല. അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിച്ചാൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന കടുപ്പമുള്ള ചിന്ത അത് തൗഹീദിന്റെ ഭാഗമാണെങ്കിൽ, അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും ചോദിച്ചാലും എനിക്ക് കിട്ടുമെന്ന ചിന്ത നമുക്ക് പാടില്ലാത്തതാണ്. അത് നമ്മുടെ ഷഹാദത്തിൽ മായം ചേർക്കലാണ്. മുസ്ലിമായ മനുഷ്യൻ അറിയണം, അവന്റെ സത്യസാക്ഷ്യത്തിൽ അവൻ മായം ചേർത്തു എന്ന് പറഞ്ഞാൽ നട്ടലോടുകൂടി മുസ്ലിമാണെന്ന് പറയാൻ അവന് ധൈര്യമില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയുന്നത് നമ്മുടെ മനസ്സുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന ചില ചിന്തകൾ മാത്രമാണ്. ആ ഷഹാദത്ത് നമുക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ ഒരുപക്ഷെ കടുപ്പമുള്ള ശ്രമം നാം നടത്തേണ്ടി വരും. നമുക്ക് ചുറ്റുഭാഗവും ഈ ഷഹാദത്തിനെ നശിപ്പിക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങളും കടന്നു വരും. അതിനെയൊക്കെ പല്ലും നഖവും ഉപയോഗിച്ച് നാം എതിർക്കേണ്ടി വരും. അവിടെയാണ് നമ്മുടെ ശൗര്യം പുറത്തേക്ക് കാണേണ്ടത്. അവിടെയാണ് നമ്മുടെ ശക്തി പുറത്തേക്ക് കാണേണ്ടത്. എനിക്കൊരു മാരകമായ രോഗം വന്നു, ആ രോഗത്തിൽ നിന്ന് എന്നെ ആര് രക്ഷിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അബുദാബിയിലെ ഏതെങ്കിലും പ്രസിദ്ധമായ ഒരു ആശുപത്രിയുടെ പേരാകരുത്. ആ ആശുപത്രിയിലെ ഏതെങ്കിലും പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ പേരാകരുത് ഒരു മുസ്ലിമിന്റെ മനസ്സിൽ നിന്ന് പൊന്തി വരേണ്ടത്. നാം അറിയണം അത്. അതല്ലെങ്കിൽ ഏതെങ്കിലും ശക്തിയുടെ പേരാകരുത്, മനുഷ്യരെ പോലെയുള്ള ഏതെങ്കിലും ശക്തിയുടെ പേരാകരുത്, അപ്പുറമുള്ള മനുഷ്യന്റെ ചിന്തകൾക്കപ്പുറമുള്ള അബൗദ്ധികമായ ഏതെങ്കിലും ശക്തിയുടെ പേരാകരുത് അവിടെ ഉയർന്നു വരേണ്ടത്. മറിച്ച് അല്ലാഹ് എന്നായിരിക്കണം. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടെയാണ് നാം വിജയിക്കുന്നത്. നാം അവിടെ പരാജയപ്പെട്ടു പോകരുത് സഹോദരന്മാരെ. തസ്കിയത്തിന്റെ ഒന്നാമത്തെ പാഠം അതാണ്.
അവിടെ പരാജയപ്പെട്ടു പോയാൽ നാം നശിച്ചു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ലോകത്ത് മുസ്ലിം സമൂഹത്തിന് ഇത്തരത്തിലുള്ള അപജയം സംഭവിച്ച ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെയൊക്കെ കൺമുമ്പിലുണ്ട്, നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിന്റെ മുമ്പിലാണ് സുജൂദ് ചെയ്യേണ്ടതെന്നറിയാത്ത സമൂഹം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല, നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ കേരളത്തിനപ്പുറത്തുള്ള ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട്. അവിടെ ഒരു യാത്ര നടത്താൻ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സാധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ മനുഷ്യർക്ക്, മുസ്ലിമീങ്ങൾക്ക് വ്യത്യാസമില്ല. മുസ്ലിം അമുസ്ലിം എന്ന വ്യത്യാസം ആരാധനാ കാര്യങ്ങളിൽ പോലുമില്ല. അവർ കുമ്പിടുന്നിടത്ത് ഇവരും പോയി കുമ്പിടുന്ന ദുരവസ്ഥ, അവർ നമിക്കുന്നിടത്ത് ഇവരും പോയി നമിക്കുന്ന ദുരവസ്ഥ. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എവിടെ എത്തി മനുഷ്യൻ എന്ന് ചോദിച്ചാൽ ഇന്ന് നമ്മുടെ നാട്ടിൽ പച്ചപിടിച്ചു നിൽക്കുന്ന ഒരു വിവാദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു വിവാദത്തിന് തിരികൊളുത്താൻ പോലും ഒരു മുസ്ലിമിന് പാടില്ലെന്ന കടുപ്പമുള്ള ചിന്തയായിരിക്കണം ഷഹാദത്തിന്റെ സാക്ഷ്യം. നമ്മളാരാണ് സഹോദരന്മാരെ? നാം ആരെയാണ് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത്? എവിടെ നിന്നാണ് നാം ആരംഭിക്കേണ്ടത്? ആ ഷഹാദത്തിന്റെ ബാക്കി പത്രമായി നാം ആരംഭിക്കേണ്ടത് എവിടെ നിന്ന്? വിളക്കിൽ നിന്നല്ല, വെളിച്ചത്തിൽ നിന്നല്ല, തീയിൽ നിന്നല്ല. നമുക്ക് ആരംഭിക്കാനുള്ളത് ബിസ്മില്ലാ എന്നതിൽ നിന്നായിരിക്കും. അതല്ലേ നമ്മുടെ ആരംഭം? അവിടെയല്ലേ, ആ ആരംഭത്തിനല്ലേ ഷഹാദത്തിന്റെ സത്യസാക്ഷ്യം നിർവഹിച്ചതിന് സാധ്യമാവുക? അതിനപ്പുറമുള്ള ഒരു ആരംഭത്തിന് നമുക്ക് പറ്റുമോ? എന്നിട്ട് നാം മുസ്ലിമാണെന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? നമ്മളറിയണം. നോമ്പ് നോൽക്കുന്ന, സത്യസാക്ഷ്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന, ഷഹാദത്തിനെ കുറിച്ച് പറയുന്ന, തൗഹീദിനെ കുറിച്ച് പറയുന്ന, റബ്ബിനെ കുറിച്ച് അറിയുന്ന നാം അറിയണം. ആ ബിസ്മില്ലയിൽ നിന്ന് തുടങ്ങിയാൽ എന്ത് കിട്ടും, വിളക്ക് കത്തിച്ച് തുടങ്ങിയാൽ എന്ത് കിട്ടും എന്ന് നാം വ്യത്യാസം മനസ്സിലാക്കണം. ബിസ്മില്ലാഹിൽ നിന്ന് തുടങ്ങിയാൽ ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ വഹുവസ് സമീഉൽ അലീം. അതാണ് ബിസ്മില്ലാഹ് അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർദ് വലാ ഫിസ് സമാ. നിങ്ങൾ തുടങ്ങി നോക്കൂ, ധൈര്യമുണ്ടെങ്കിൽ. ബിസ്മില്ല കൊണ്ട് നിങ്ങൾ തുടങ്ങിയാൽ ആകാശത്തോ ഭൂമിയിലോ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രയാസവും ആ പ്രവർത്തനത്തിൽ ഉണ്ടാവുകയില്ല. കാരണം നിങ്ങൾ തുടങ്ങിയിട്ടുള്ളത് വഹുവസ് സമീഉൽ അലീം, സമീആയ അലീമായ റബ്ബിന്റെ നാമം കൊണ്ടാണ്. അതല്ലേ ഷഹാദത്ത്? നമ്മളെങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പോയത്? സഹോദരങ്ങളെ, നാം അറിയണം. എന്നിട്ട് നാം എന്തു ചെയ്യണം? ഈ ഷഹാദത്ത് നമുക്ക് ഉറച്ചാൽ തസ്കിയത്തിന്റെ ബാലപാഠം അതാണ്. അത് ഉറച്ചു കഴിഞ്ഞാൽ ആ റബ്ബിനെ കുറിച്ചുള്ള സംതൃപ്തി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. ആ റബ്ബിനെ കുറിച്ച് നമുക്ക് തൃപ്തിപ്പെടണം. ആ റബ്ബ് നമുക്ക് തന്ന എന്തും നമുക്ക് ഉൾക്കൊള്ളാനാവണം. അവിടെയാണ് ഷഹാദത്തിന്റെ രണ്ടാമത്തെ ഭാഗം. ആ റബ്ബ് തന്നത് എന്തും ഇഷ്ടപ്പെടണം. അവിടെയാണ് നാം വിജയിക്കുന്നത്. ആ റബ്ബ് രോഗം തന്നാൽ ഇഷ്ടപ്പെടണം, പട്ടിണി തന്നാൽ ഇഷ്ടപ്പെടണം, ദാരിദ്ര്യം തന്നാൽ ഇഷ്ടപ്പെടണം, സുഖം തന്നാൽ ഇഷ്ടപ്പെടണം, ഐശ്വര്യം തന്നാൽ ഇഷ്ടപ്പെടണം, ധനം തന്നാൽ ഇഷ്ടപ്പെടണം. ആ ഇഷ്ടത്തെയാണ് ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ റിദാ എന്ന് വിളിക്കുന്നത്. സംതൃപ്തി വേണം. എവിടുന്നാ സംതൃപ്തി കിട്ടുക? സംതൃപ്തി ഷഹാദത്ത് ഉറച്ചെങ്കിൽ മാത്രമേ സംതൃപ്തി കിട്ടൂ, അല്ലാത്തതിന് സംതൃപ്തി കിട്ടൂല. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ, ചില ആളുകൾ ആശുപത്രിയിൽ നിന്ന് മടക്കി ഇനിയിപ്പോ എന്താ ചെയ്യാന്നാ ചോദിക്കുക. ഇനി എന്താ ചെയ്യാ? അപ്പൊ ചില ആൾക്കാർ വന്ന് ചില കഥ പറയും. ഇന്ന സ്ഥലത്തൊരു പണിക്കരുണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം. ആ പണിക്കര് കണക്ക് നോക്കി വെച്ചിട്ട് ഇന്നയാൾക്ക് സുഖമായിട്ടുണ്ട്. പോകും മനുഷ്യൻ. കാരണം മനുഷ്യൻ ദുർബലനാണ്, പോയി പോകും. ഏതായി മനുഷ്യൻ? ഷഹാദത്ത് ഉറച്ചിട്ടില്ലാത്തത് കൊണ്ട് അവന് പോയേ തീരൂ. നമ്മളോ? അതാണ് നമ്മുടെ വ്യത്യാസം. നാം തൃപ്തിപ്പെടും. ഇതെനിക്ക് അല്ലാഹു തന്നതാണ്, ഞാനതുകൊണ്ട് തൃപ്തിപ്പെടണം. ആ തൃപ്തിയാണ്. അത് അല്ലാഹു നിഅമത്ത് ചെന്നാൽ, നിഅമത്ത് അനുഗ്രഹം തന്നാലും, അനുഗ്രഹത്തിന് വിപരീതമായ പ്രയാസങ്ങൾ തന്നാലും നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കും. ഒരനുഗ്രഹം തന്നാൽ നമ്മൾ ഒന്നാമതായി ചിന്തിക്കേണ്ട കാര്യം അതാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തിയിൽ തൗഹീദിന്റെ ഭാഗമായി നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം അതാണ്. അള്ളാഹു നമുക്കൊരു അനുഗ്രഹം തന്നാൽ ആ അനുഗ്രഹത്തിന്റെ നന്ദി നമ്മുടെ മനസ്സുകൾക്കുള്ളിൽ എപ്പോഴും ബാക്കി നിൽക്കണം. എപ്പോഴും ബാക്കി നിൽക്കണം. നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ അള്ളാഹു തന്നു എണ്ണി നോക്കൂ.
നമുക്ക് എണ്ണാൻ അറിയില്ല. ഒന്ന് നമുക്ക് എണ്ണാൻ അറിയാം, ഏത്? അള്ളാഹു നമുക്ക് തന്ന പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ നമ്മൾ എണ്ണും, അല്ലേ? അനുഗ്രഹങ്ങൾ എണ്ണാനോ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അള്ളാഹ് പറയുന്നത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണിയാൽ, പടച്ചറബ് പറയുകയാണ്, നിങ്ങൾക്ക് കണക്കാക്കാൻ പറ്റൂല. പക്ഷെ അതെണ്ണാൻ നമ്മുടെ കണക്കിന് സാധിക്കുന്നില്ല. എണ്ണി നോക്കൂ, എത്ര അനുഗ്രഹങ്ങൾ. നോക്കൂ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക്. ചോദിക്കട്ടെ, എനിക്ക് അല്ലാഹു ഒന്നും തന്നിട്ടില്ല, എനിക്ക് പ്രയാസങ്ങളാണ്, രോഗമാണ്, ബുദ്ധിമുട്ടിയാണ്, പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്ന് പറയുന്ന ഒരു മനുഷ്യനോട് നമുക്ക് ചോദിക്കാം, എടോ നിനക്ക് അല്ലാഹു 2 കണ്ണ് തന്നിട്ടില്ലേ? അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, തന്നിട്ടില്ലേ 2 കണ്ണ്? ആ 2 കണ്ണിന്, ആ 2 കണ്ണും എനിക്ക് തരുമോ? അല്ലെങ്കിൽ വേറൊരാൾക്ക് കൊടുക്കുമോ? നിനക്ക് 10 കോടി രൂപ തരാം. 10 കോടി കൊടുക്കുമാരെങ്കിലും ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ചുള്ള തൃപ്തി നമുക്കുണ്ടാകണം. ആ തൃപ്തിയുടെ ഭാഗമായി അള്ളാഹു നൽകിയ നിഅമത്തുകളെ കുറിച്ചുള്ള സംതൃപ്തി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. അത് അറ്റുപോകരുത്. എത്ര ചെറുതാണോ അത്. ഓരോരുത്തർക്ക്, ചിലർക്ക് ചിലപ്പോൾ ചെറിയ നിഅമത്തെ കിട്ടിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. എങ്കിൽ ആ നിഅമത്തിന് പോലും അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്ന ഒരു മനസ്സിന്റെ ഉടമയാകാൻ, അതാണ് സംതൃപ്തി എന്ന് പറയുന്നത്. ആ സംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, സംതൃപ്തിയുടെ ഭാഗമായി രണ്ടാമതായി നമുക്കുണ്ടാകേണ്ടത്, സഹോദരന്മാരെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു നമുക്ക് അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാവുന്ന ഒരു മനസ്സ് തന്നില്ലേ? അതല്ലേ ഏറ്റവും വലിയ അനുഗ്രഹം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നോമ്പെടുക്കാവുന്ന, രാത്രി തറാവീഹ് നമസ്കരിക്കാവുന്ന, നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ പണത്തിൽ നിന്ന് സദഖ ചെയ്യാവുന്ന, അല്ലേ? അയൽവാസിയെ സ്നേഹിക്കാവുന്ന, കൂട്ടുകാരോടും കുടുംബക്കാരോടും സ്നേഹത്തിൽ പെരുമാറാവുന്ന ഒരു വിശാലമായ ഒരവസ്ഥ തന്നില്ലേ? അല്ലാഹു തന്നതല്ലേ അത്? എത്രയെത്ര മനുഷ്യരുണ്ട് ഇവിടെ നമസ്കരിക്കാൻ കഴിയാത്തവർ, അല്ലേ? ശുദ്ധമായ മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ എത്രയെത്ര മനുഷ്യരുണ്ട് നോമ്പെടുക്കാത്തവർ, അല്ലേ? ചിന്തിച്ചു നോക്കും. നമുക്ക് അല്ലാഹു തൗഫീഖ് തന്നില്ലേ? നമ്മൾ അറിയണം, ഓരോ തൗഫീഖും, അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു ഓരോ തൗഫീഖും നമുക്ക് നൽകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള സംതൃപ്തി നമ്മുടെ മനസ്സിൽ പീലി വിടർത്തി ആടണം. അതാണ് തൃപ്തി എന്ന് പറയുന്നത്. ഓരോന്ന് തരുമ്പോൾ, എൻ്റെ ഭാര്യ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറയുന്നു എന്ന് നിങ്ങളൊക്കെ വിചാരിച്ചു നോക്കും. നമ്മുടെ അയൽവാസിയുണ്ട്, അയൽവാസി എല്ലാവർക്കും അറിയാം, അയൽവാസിയെ, അയാൾ ഭയങ്കര പ്രയാസത്തിലാണ്, രോഗമാണ്, മരുന്ന് വാങ്ങാൻ പണമില്ല, നമ്മളെന്തെങ്കിലും ഒന്ന് അയാളെ സഹായിക്കണ്ടേ? നിങ്ങളുടെ ആരുടെയെങ്കിലും ഭാര്യ നാട്ടിൽ നിന്ന് നിങ്ങളെ വിളിച്ചു പറഞ്ഞു എന്ന് വെക്കുക, എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഭാവം? എന്തായിരിക്കും നമ്മുടെ മനസ്സിലുള്ള ഭാവം? എന്തായിരിക്കും തിരിച്ച് നമ്മൾ പറയാം? നമുക്ക് പറയാൻ പറ്റുമോ സഹോദര? ആ വിളിച്ചു പറഞ്ഞ ഭാര്യയോട് സന്തോഷത്തോടെ, ഇഷ്ടത്തോടെ ആ ഭാര്യയോട് പറയാൻ പറ്റുമോ, നീ എനിക്ക് എത്ര നല്ല ഒരു ചാൻസ് ആണ് തന്നത്, അവസരമാണ് തന്നത്, കൊണ്ടുപോയി കൊടുക്ക്, ഏത് മരുന്നാണ് അവർക്ക് വാങ്ങേണ്ടതെന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ട് വാങ്ങിക്കൊടുക്ക്, നമുക്ക് അള്ളാഹു നൽകിയ അവസരമാണ്, ആ അവസരം നൽകിയതിന് അള്ളാഹുവിന് ശുക്ർ കാണിക്കുക എന്ന് പറയാൻ നമുക്കാവും. അതല്ല, നമ്മുടെ മനസ്സിലൊരു മുറുമുറുപ്പാണോ വരിക, കൊടുത്തു തീർന്നല്ലോ പെണ്ണെ, നമ്മളതൊക്കെ തീർന്നില്ലേ, സക്കാത്തൊക്കെ നമ്മൾ നേരത്തെ കണക്കാക്കിയില്ലേ, കഴിഞ്ഞു പോയില്ലേ, ഇതാണോ പറയാ? ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ. അബുദാബിയിലും പരിസര പ്രദേശങ്ങളിലും ആയിരക്കണക്കിന് മനുഷ്യർ ഈ ദീനിന്റെ വെളിച്ചമെത്താത്തവർ ഇപ്പോഴുമുണ്ട്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അള്ളാഹുവിന്റെ ഷഹാദത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ സ്ത്രീ പുരുഷന്മാരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നാം അവർക്ക് ദീനിന്റെ വെളിച്ചം എത്തിക്കണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകിയിട്ടുണ്ട്. നാം ജീവിക്കുന്ന പ്രദേശം അതിന് അനുകൂലമാണ്. ഒരു പുസ്തകമായോ, ഒരു CD-യായോ, ഒരു സംസാരമായോ നമ്മുടെ ദീനിന്റെ വെളിച്ചം അവർക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. നാം അത് ചെയ്യണം. ചെയ്യാത്ത കാലത്തോളം നാം മനുഷ്യരാണോ സഹോദരൻ? ആ ഒരു സംതൃപ്തി അള്ളാഹു നമുക്ക് അമലുസ്സാലിഹാത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകിയതിന് അള്ളാഹുവിനോട് നമുക്ക് സംതൃപ്തി ഉണ്ടാകണം. അതാണ് രണ്ടാമത്തെ തൃപ്തി. മൂന്നാമത്തേത് കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. നമ്മുടെ ഷഹാദത്തിന്റെ വാക്യപത്രമായി നാം മനസ്സിലാക്കേണ്ടത് അതാണ്.
ഞാനും നിങ്ങളും മനുഷ്യരാണ്. മനുഷ്യർക്ക് അബദ്ധങ്ങൾ സംഭവിക്കും, ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കും. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു പ്രസംഗമല്ല, ഒരു പ്രസംഗമായി നിങ്ങൾ ഇതിനെ കാണരുത്. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ്റെ മനസ്സിൽ നിന്നുള്ള ചില ചിന്തകൾ മാത്രമാണ്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. നമുക്ക് ഒരു തെറ്റ് ചെയ്യാൻ പൂതിയുണ്ടായി, ആഗ്രഹമുണ്ടായി, അവസരം ഒത്തുവന്നു, അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി. പക്ഷേ എന്തോ കാരണവശാൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഇൻസിഡന്റുകൾ സംഭവിച്ച ആളുകളല്ലേ നമ്മളൊക്കെ? നമുക്ക് ആ സമയത്ത് എന്താ തോന്നിയത്? അയ്യേ, ഒരു ചാൻസ് നഷ്ടപ്പെട്ടു എന്നാ ആണോ? ഒരവസരം എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണോ? അതല്ല, റബ്ബേ നീ എന്നെ അത്തരത്തിലുള്ള ഒരു തെറ്റിലേക്ക് പോകുന്നതിൽ നിന്ന് നീ എന്നെ സംരക്ഷിച്ചുവല്ലോ എന്ന ചിന്തയാണോ? നമ്മൾ എവിടെയാണുള്ളത്? എയിലാണോ ബിയിലാണോ? നമ്മൾ ആലോചിക്കണം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മെ പഠിപ്പിക്കുന്നു, ലാ യുനജ്ജിഹില്ലാഹു അബ്ദൻ മിൻ മഅസിയത്തിൻ ഇല്ലാ ഇദാ കാന അളീമൽ കറാമത്തി ഇൻദല്ലാഹ്. വല്ലാത്തൊരു വാക്കാണ്. നമ്മൾ അറിയണമത്, നമ്മൾ ആരാണ്. അല്ലാഹു തആല ഒരു തെറ്റിൽ നിന്ന് ഒരു മനുഷ്യനെ രക്ഷിച്ചാൽ അതിനർത്ഥം അള്ളാഹുവിൻ്റെ അടുത്ത് അവൻ വലിയ കറാമത്തുള്ള ആളാണ് എന്നാണ്. പക്ഷേ ആ തെറ്റിൽ നിന്ന് അള്ളാഹു നമ്മളെ സംരക്ഷിച്ചതിന് അള്ളാഹുവിനോട് നമുക്ക് തൃപ്തി തോന്നണം, വെറുപ്പല്ല. അവിടെ എനിക്ക് അവസരം കിട്ടിയത് ചെയ്യാൻ, പക്ഷേ ആ അവസരം എങ്ങനെയോ തട്ടിത്തെറ്റിയാൻ പോയതാ. ആരാണ് തട്ടിക്കളഞ്ഞത്? അത് സ്വാഭാവികമായി തട്ടിപ്പോയതല്ലാതെ അതിനെ അങ്ങനെ വിളിച്ചുകൂടാ. അത് എന്നെ സ്നേഹിക്കുന്ന റഹീമുൻ വദൂദായ, എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന, എന്നോട് ഇഷ്ടമുള്ള, എന്നോട് കരുണയുള്ള എൻ്റെ റബ്ബ് എനിക്ക് വേണ്ടി തട്ടിക്കളഞ്ഞതെന്നതാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട്, അവൻ്റെ പക്കൽ എനിക്ക് വലിയ കറാമത്തുള്ളതുകൊണ്ട്. നമ്മൾ ചിന്തിക്കണം സഹോദരൻ, ഈ തരത്തിലുള്ള ഇങ്ങനെ ഒരു അന്തരീക്ഷമുണ്ടായാൽ, ഒരവസ്ഥയുണ്ടായാൽ, ആ സമയത്ത് അള്ളാഹുവിനോടുള്ള തൃപ്തി നമ്മുടെ മനസ്സിൽ നിന്ന് നിർഘലിക്കുമോ? പുറത്തേക്ക് ചാടുമോ? അൽഹംദുലില്ലാ എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമോ? അള്ളാഹുവിന് വേണ്ടി സുജൂദ് ശുക്ർ നമ്മൾ ചെയ്യുമോ? നമ്മൾ ആലോചിക്കണം. അവിടെയാണ് നാം പൂർത്തിയാകുന്നത്, നമ്മുടെ തസ്കിയത്ത് പൂർത്തിയാകുന്നത് അവിടെയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരെ, അവസരങ്ങൾ നാം ഉപയോഗിക്കുക. ഈ റമദാൻ പോലെയുള്ള അവസരങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിന് വേണ്ടി കൊതിച്ചും ഉപയോഗിച്ചും നാം ചെലവഴിക്കുക. നമ്മൾ വിചാരിക്കരുത് സമയമുണ്ടല്ലോ. നമ്മളെ ധാരണ അതാണ്, സമയമുണ്ടല്ലോ, 30 ദിവസം ഉണ്ടല്ലോ, അങ്ങനെയാണ് നമ്മൾ വിചാരിക്കുന്നത്. 30 ദിവസം ഉണ്ടല്ലോ എന്നല്ലേ? ഉണ്ടോ റമദാൻ 30 ദിവസം? നമ്മൾ ആലോചിക്കണം. നമുക്ക് അള്ളാഹു തന്ന അവസരമാണ്, പക്ഷെ ഉണ്ടോ 30 ദിവസം? നമ്മളൊന്ന് കണക്ക് കൂട്ടി നോക്കണ്ടേ, ഉണ്ടോ ഇല്ലേ എന്നുള്ളത്? നിങ്ങൾ ചിന്തിച്ചു, ഒരു ദിവസം 24 മണിക്കൂറാണ് അല്ലേ? 30 ദിവസം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹം നൽകിയാൽ 30 ദിവസം റമദാനിലുണ്ടായാൽ 30 × 24 = 720 മണിക്കൂറാണ് നമുക്ക് കിട്ടുക. 720 മണിക്കൂറാണ് നമ്മുടെ റമദാൻ. ചെറുതാവുകയാണ്, 30 അല്ല. നാം ആലോചിക്കണം. ഇനിയും നമ്മൾ അമാന്തിച്ച് നിന്നുകൂടാ, അവസരങ്ങൾ ഉപയോഗിക്കണം. 720 മണിക്കൂറാണ് നമുക്കുള്ളത്. പക്ഷേ ചിന്തിച്ചു നോക്കൂ, ആ 720 മണിക്കൂർ നമുക്ക് കിട്ടാറുണ്ടോ? നമ്മൾ അതിൽ നിന്ന് ഒരുപാട് മൈനസ് ചെയ്ത് പോണ്ടേയില്ലേ? ചിന്തിച്ചു ഉണ്ടല്ലോ. നമ്മളിവിടെ വന്നത് ജോലി ചെയ്യാനാണ്. ഒരു വലിയ സമയം നമുക്ക് ജോലിക്ക് പോകുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു ദിവസം 8 മണിക്കൂർ ജോലിക്ക് വേണ്ടി നാം ഉപയോഗപ്പെടുത്തണം. എത്ര പോയി? 30 × 8 = 240 മണിക്കൂർ പോയി. 720 നിങ്ങൾ മൈനസ് ചെയ്ത് നോക്കണേ, 240 പോയി. നമുക്ക് വിശ്രമം വേണം, ഉറങ്ങണം അല്ലേ? 6, 7, 8 മണിക്കൂർ നമ്മൾ ഉറങ്ങും. കൂട്ടി നോക്കൂ, 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാൽ 30 × 8 പോയി വീണ്ടും 240. 720 നിന്ന് 480 മണിക്കൂർ തീർന്നു. 30 ദിവസം ഉണ്ടെന്ന് വിചാരിച്ച് നിന്നതാ.
ഖുർആൻ പൂർത്തിയാവും, ഒക്കെ വായിക്കും, ദിക്റൊക്കെ ചൊല്ലിത്തീരും, ദുആ ചെയ്തു തീരും, ചോദിച്ചു തീരും, നാം നന്നാകും. കാരണം 30 ദിവസമല്ലേ എന്ന് വിചാരിച്ചിരുന്നതാ. ഇപ്പൊ കണക്കൂട്ടി നോക്കുമ്പോ 720 നിന്ന് 480 മണിക്കൂർ കഴിഞ്ഞു. ഇനിയില്ലേ കുറെ പോകാൻ? ഉണ്ടല്ലോ അല്ലേ? ഭക്ഷണം കഴിക്കണമല്ലോ നമുക്ക്. കുളിയുണ്ട്, പ്രാഥമിക കാര്യങ്ങളുണ്ട്. എത്ര പോവും? എല്ലാം കൂടി ഒരു 2 മണിക്കൂർ കൂട്ടിക്കോ. 30 × 2 = 60. എത്ര പോയി? 480ഉം 60ഉം 540 പോയി. ഇനി എന്താ ഉള്ളത് നമ്മളെടുത്ത്? ചിന്തിക്കണം. കുറച്ചേ ഉള്ളൂ സമയം, കേവലം മണിക്കൂറുകളേ ഉള്ളൂ. നമ്മൾ ആലോചിക്കണം. 10-200 മണിക്കൂറുകളെ നമുക്ക് റമളാനായിട്ടുള്ളൂ. നമ്മൾ ആ റമളാനിലെ 200 മണിക്കൂറുകൾ ഇനി നിങ്ങൾ ആലോചിക്കൂ. ഇതല്ലാത്ത കുറേ പണികൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്. ആവശ്യമില്ലാത്ത ഒരുപാട് സംഗതികളുണ്ട്. റമളാനിലെങ്കിലും നമ്മളത് മാറ്റിവെച്ച് നാം നമ്മളെ സംസ്കരിക്കാനൊന്ന് സന്നദ്ധമാകണം. അനാവശ്യമായ ഒരുപാട് സംഗതികൾ, അത്യാവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. എത്ര പത്രം നമുക്ക് വായിക്കണം? എത്ര പ്രാവശ്യം ഫേസ്ബുക്ക് ഒന്ന് മറിച്ചു നോക്കണം? എത്ര തവണ വാട്സപ്പിൽ ഒന്ന് നോക്കണം? ചിന്തിച്ചു. എത്ര തവണ ഒരു ദിവസം മെയിലൊന്ന് ചെക്ക് ചെയ്യണം? വേണ്ടേ? എത്ര ന്യൂസുകൾ നാം കാണണം? ഒരുപാട് ചാനലുകളില്ലേ? നമ്മൾ അറിയണം സഹോദരന്മാർ, നമുക്കൊന്ന് നിയന്ത്രിക്കേണ്ടതുണ്ട്. 10 ദിവസം നമ്മിൽ നിന്ന് തീർന്നുപോയി. ഞാനത് മൈനസ് ചെയ്തിട്ടില്ല. 20 ദിവസമേ ഉള്ളൂ. ആ 20 ദിവസത്തിൽ നമുക്ക് കേവലം മണിക്കൂറുകളേ ഉള്ളൂ. ഇനി നമ്മൾ സമയം ഉപയോഗപ്പെടുത്തണം. ഇനി മറിക്കേണ്ടത് ഫേസ്ബുക്ക് അല്ല. ഇനി നമുക്ക് മറിക്കാനുള്ളത് വിശുദ്ധ ഖുർആനാകണം. ഖുർആന്റെ വരികൾ നമുക്കറിയാം. അതിലുള്ള ഒരക്ഷരം വായിച്ചാലുള്ള പുണ്യം ×10 അല്ലേ? ഒരു ജുസ് ഖുർആൻ ഒരു ദിവസം വായിക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു നാം, പക്ഷെ നടന്നിട്ടില്ല. ഒരു തവണയെങ്കിലും ഖുർആൻ ഓതി തീർക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നിട്ടില്ല. ആരാണ് തടുത്തു നിർത്തിയത്? ആ തടുത്തു നിർത്തിയ പിശാചിനെ നാം പൊട്ടിച്ചെറിയണം. നമുക്ക് വേണ്ടാതെ ആരാണ് ഇത്തരത്തിലുള്ള ചിന്തകളെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ തടുത്തു നിർത്തുന്നത്? അതിനെ അവസാനിപ്പിക്കണം, ഒഴിവാക്കണം. അത് ഷഹാദത്തിന്റെ ഭാഗമാണ്. അപ്പോൾ മാത്രമേ നമ്മുടെ സംസ്കരണം പൂർത്തിയാകൂ. സഹോദരങ്ങളെ, ഈ രൂപത്തിൽ സമയത്തെ ഒന്നും മാനേജ് ചെയ്ത് ക്രമീകരിച്ച് എന്റെ റമളാനിലെ സമയം വളരെ വിലപ്പെട്ടതാണെന്നും ആ സമയം റബ്ബേ നിന്നിലേക്ക് അടുക്കാനുള്ളതായി ഞാൻ മാറ്റുമെന്നും ഇന്ന് രാത്രി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ ലിസ്റ്റിൽ, സ്വർഗത്തിലേക്ക് പേരെഴുതി ചേർക്കുന്നവരുടെ ലിസ്റ്റിൽ ഞാനുണ്ടാകണമെന്നും ആഗ്രഹിച്ചും കൊതിച്ചും ചോദിച്ചും ആഗ്രഹിക്കണം. പോരാ, കൊതിക്കണം. ആഗ്രഹത്തെക്കാൾ ശക്തിയുള്ളതാണ് കൊതി. വല്ലാതെ കൊതിക്കണം. ആഗ്രഹിച്ചും കൊതിച്ചും പ്രാർത്ഥിച്ചും. എങ്ങനെ പ്രാർത്ഥിക്കണം? നമ്മൾ അറിയണം എങ്ങനെ പ്രാർത്ഥിക്കണം. എന്റെയും നിങ്ങളുടെയും വീട്ടിലെ 2-3 വയസ്സായ കൊച്ചു കുഞ്ഞുങ്ങൾ പല ആവശ്യങ്ങളുമായി നമ്മളടുത്ത് വരും. നമുക്കറിയാം ആവശ്യമില്ലാത്തതാണ് എന്ന്, നമ്മൾ ചെയ്തു കൊടുക്കൂല. പക്ഷേ ആ കുട്ടി നമ്മുടെ മുമ്പിൽ കിടന്ന് പൊട്ടിക്കരയും, നിലത്ത് കിടന്ന് ഉരുളും, എന്നിട്ട് വല്ലാണ്ട് പൊട്ടിക്കരയും. പൊട്ടിക്കരയുമ്പോൾ നമ്മുടെ മനസ്സലിഞ്ഞു പോകും. നമ്മൾ ചെയ്തു കൊടുക്കും, അല്ലേ? ചെയ്യൂലേ? നാം പൊട്ടിക്കരയണം. നാം പൊട്ടിക്കരയണം. നമ്മുടെ ആവശ്യങ്ങളുമായി പടച്ചിറപ്പിന്റെ മുമ്പിൽ കേവലം ചോദ്യം പോരാ. 1, 2, 3 പ്രാവശ്യമുള്ള ചോദ്യം പോരാ. നമ്മുടെ ഷഹാദത്ത് മുൻനിർത്തി അല്ലാഹുവിനോട് നമുക്ക് പറയാൻ സാധിക്കണം, റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. റബ്ബേ, എനിക്കൊരു ക്വാളിറ്റി ഉണ്ട്, എനിക്കൊരു സവിശേഷതയുണ്ട്. റബ്ബേ, ഞാൻ നിന്റെ ഷഹാദത്തിനെ അംഗീകരിച്ചവനാണ്, ഞാൻ മുവഹിദാണ്, എനിക്ക് തൗഹീദുണ്ട്, ശിർക്കിന്റെ ഒരു അംശവും എന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഫഗ്ഫിർ ലനാ. ഇത് മുദ്രാവാക്യം വിളിക്കാനുള്ളതല്ല. അല്ലാഹു അക്ബറും ലാ ഇലാഹ ഇല്ലല്ലാഹും മുദ്രാവാക്യം വിളിക്കാനുള്ളത്. അള്ളാഹിനോട് പറയാനുള്ളത്, അല്ലാഹുവേ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ? ശുദ്ധമായ മുവഹിദാണ് ഞാൻ, തൗഹീദുള്ളവനാണ് ഞാനാണ് നിന്നോട് ചോദിക്കുന്നത്, എനിക്ക് തരണം. തരൂലേ? തരണം. അള്ളാഹിനോട് ചോദിച്ചു വാങ്ങണം. ചോദിക്കേണ്ടത് ഈ കൊച്ചു കുഞ്ഞ്, എന്റെയും നിങ്ങളുടെയും വീട്ടിലെ കൊച്ചു കുഞ്ഞ് കരഞ്ഞ് കരഞ്ഞ് അവന്റെ ആവശ്യം എപ്രകാരം നമ്മിൽ നിന്ന് വാങ്ങിയോ അപ്രകാരം കരഞ്ഞ് കരഞ്ഞ് നമ്മുടെ ആവശ്യം പടച്ച റബ്ബിൽ നിന്ന് വാങ്ങാൻ സാധിക്കണം നമുക്ക്. അവനാണ് വിജയി. ആ ഒരു മാറ്റമാണ് നമുക്കുണ്ടാകേണ്ടത്.
അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാം അറിയണം, ഇന്ന് നാം ഈ പറഞ്ഞ ഒരു മാനസികാവസ്ഥയിൽ ആണ് ഇന്നുള്ളത്. ഇപ്പോൾ അതിന് കാരണം ഇതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നതാണ്. അതാണ് ഇതിൻ്റെ കാരണം. എങ്ങനെയാണ് അള്ളാഹു ഒരുക്കി തന്നത്? നമുക്കറിയാം, അള്ളാഹു സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, നരകത്തിൻ്റെ വാതിൽ അള്ളാഹു അടച്ചിരിക്കുന്നു, പിശാചുക്കൾ അള്ളാഹു ചങ്ങലക്കിട്ടിരിക്കുന്നു. സാഹചര്യം ഒരുങ്ങി. അതാണ് ഈ സാഹചര്യം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ ഹാളിൽ നിന്ന് ഒരുമിച്ച് കൂടിയത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ആവശ്യങ്ങളേറെ ഉണ്ടായിട്ടും ആവശ്യങ്ങളെ മാറ്റി വെച്ച് ഈ ശനിയാഴ്ച വൈകുന്നേരം ഈ സഹോദരന്മാരുടെ വിളി കേട്ട് ഇവിടെ എത്തിയത്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഈ സമയത്ത് വിശന്നിട്ടും ദാഹിച്ചിട്ടും വെള്ളം കുടിക്കാതെ വികാരങ്ങളും വിചാരങ്ങളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് റബ്ബിനെ മനസ്സിൽ കരുതി ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? നാം അറിയണം, ഈ ഒരു ജീവിതത്തിലെ പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിനെ വളർത്തുക, ഈമാനിനെ ശക്തിപ്പെടുത്തുക. ആ ഈമാനും നേരത്തെ പറഞ്ഞ തൗഹീദും മാത്രമാണ് നമുക്ക് രക്ഷക്കുണ്ടാവുക. നാം മനസ്സിലാക്കണം, ഇന്ന് നമ്മളൊക്കെ അടിമകളാണ്. ആരുടെ അടിമ? പ്രാസംഗികരൊക്കെ വിളിച്ചു പറയും സാമ്രാജ്യത്വത്തിന്റെ അടിമ, അല്ലേ? അങ്ങനെയാണ് പറയാറുള്ളത്. എന്നിട്ട് ഉദാഹരണം പറയും, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആരുടേതാ? അല്ലേ? നമുക്കിഷ്ടമുള്ള പ്രോഡക്റ്റ് ആരുടേതാ? നമ്മുടെ രാജ്യത്തുണ്ടാക്കിയത് നമുക്ക് വേണ്ട, പ്രാദേശികമായത് നമുക്ക് വേണ്ട, മറ്റേതോ രാജ്യങ്ങളിൽ ഉണ്ടാക്കിയതാണ്. അതോടുകൂടി ആ രാജ്യങ്ങളുടെ അടിമകളായി നാം മാറിയിരിക്കുന്നു എന്ന് ഉച്ചസ്ഥിരമുള്ള പ്രഭാഷണങ്ങൾ കേൾക്കാം. ആരാണ് അതിരുകൾ നിശ്ചയിച്ചത്? ഇത്തരത്തിലുള്ളൊരു അതിര്, ഭൂലോകത്തിനൊരു അതിര് നിശ്ചയിച്ചത് ആരാ? മനുഷ്യൻ നിശ്ചയിച്ച അതിരാ. അടിമത്വം അതല്ല, അതല്ല അടിമത്വം. ഇതൊക്കെ സാമ്രാജ്യത്വത്തിന്റെ അടിമത്വത്തിന്റെ ഭാഗമാണെന്ന് പ്രസംഗിച്ചവരൊക്കെ ഇന്ന് തിരുത്തിയിട്ടുണ്ട്. ആ സാധനങ്ങളൊന്നും ഉപയോഗിക്കാതെ അവരാരും ജീവിക്കുന്നില്ല. കേവലം പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ജീവിക്കാൻ ആർക്കും പറ്റില്ല. അതല്ല അടിമത്വം. അടിമത്വം എന്ന് പറയുന്നത് നമ്മൾ അറിയണം, നമുക്ക് റബ്ബ് നൽകിയ ഒരു സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. റബ്ബ് നൽകിയ ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മുതൽ നാം അനുഭവിച്ചു തുടങ്ങിയതാ, അല്ലേ? നമ്മുടെ ഉമ്മയുടെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ മുതൽ നാം അനുഭവിച്ചു തുടങ്ങിയതാണ്. നാം വന്നത് ഹയാത്തു ദുനിയയിലേക്കാണ്. അവിടെ നമുക്ക് അല്ലാഹു ചില സ്വാതന്ത്ര്യങ്ങൾ നൽകി. സ്വാതന്ത്ര്യമാണ് അല്ലാഹു നൽകിയത്. അല്ലാഹു ഒരിക്കലും ഏതെങ്കിലും രൂപത്തിലുള്ള അടിമത്വമല്ല നമുക്ക് നൽകിയത്. നമുക്ക് അനുഭവപ്പെടേണ്ടത് അതാണ്. അങ്ങോട്ട് നോക്കരുതെന്ന് പറഞ്ഞാൽ, ഇത് കേൾക്കരുതെന്ന് പറഞ്ഞാൽ, അത് കുടിക്കരുതെന്ന് പറഞ്ഞാൽ, ഇത് ഭക്ഷിക്കരുതെന്ന് പറഞ്ഞാൽ അടിമത്വമാണെന്ന് നമുക്ക് തോന്നരുത്. അതാണ് സ്വാതന്ത്ര്യം. അതാണ് സ്വാതന്ത്ര്യം. ഇസ്ലാമിലെ ഒരു വിഷയം, ഇസ്ലാം ഒരു കാര്യത്തെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഹറാം എന്തിനെന്ന് ചോദിച്ചാൽ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ്. നമ്മളത് മനസ്സിലാക്കണം. അപ്പോൾ നാം അറിയണം, നാം ഇന്ന് അടിമകളാണ്. ആരുടെ അടിമ? ഈ ഹയാത്തു ദുനിയയുടെ അടിമയായിരിക്കുന്നു. ഈ ഹയാത്തു ദുനിയയിലേക്ക് നാം വന്നപ്പോൾ നമുക്ക് അല്ലാഹു നന്മയ്ക്ക് വേണ്ടി മാത്രം നിശ്ചയിച്ച ചില അതിരുകൾ ഉണ്ടായിരുന്നു, തിന്മയ്ക്ക് വേണ്ടിയല്ല. ഹറാമുകളെ അല്ലാഹു നിശ്ചയിച്ചത് നാം നന്നാകരുതെന്ന് വിചാരിച്ചല്ല, ചീത്തയാകരുതെന്ന് വിചാരിച്ച. അതുകൊണ്ടാണ് ഹറാമുകളെ കുറിച്ചുള്ള ഖുർആന്റെ പ്രഖ്യാപനം, ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ. തീർച്ചയായും എന്റെ നാഥൻ ഹറാമാക്കിയിട്ടുള്ളത് മ്ലേച്ഛമായ കാര്യങ്ങൾ മാത്രമാണ്, ദുശ്ശീലത്തിലേക്ക് എത്തുന്നത് മാത്രമാണ്. ശീലം, ദുശ്ശീലം, രണ്ട് വാക്കുകളുണ്ട്. ദുശ്ശീലത്തിലേക്ക് എത്തുന്നത് മാത്രമേ ഹറാമാക്കിയിട്ടുള്ളൂ, നിഷിദ്ധമാക്കിയിട്ടുള്ളൂ. നിങ്ങൾ ഇത് കുടിക്കരുത്, അത് കാണരുത്, അങ്ങോട്ട് നോക്കരുത്, ഇവരുമായി ഇടപെടരുത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതാണ് മനുഷ്യന് നന്മ എന്ന്. പക്ഷേ മനുഷ്യൻ അല്ലാഹു നിശ്ചയിച്ച അതിര് കടക്കാൻ ശ്രമിച്ചു. അതിന്റെ ഫലമായി അവൻ വലിയ നാശത്തിലേക്ക് കൂപ്പുകുത്തി. അങ്ങനെ അവൻ ദുനിയാവിന്റെ അടിമയായി മാറി. യഥാർത്ഥത്തിൽ നമ്മെ അടിമകളാക്കിയത് സാമ്രാജ്യത്വമല്ല, മറിച്ച് ദുനിയാവാണ്. നമ്മൾ ആരായിരിക്കണം? മഹാനായ നബി തങ്ങൾ ഈ അടിമത്വത്തിന്റെ കഥ പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞു, തായിസ അബ്ദുദ് ദീനാർ, തായിസ അബ്ദുദ് ദീനാർ, തായിസ അബ്ദുദ് ദറാഹിം.
ദീനാറിന്റെ അടിമ, ദറാഹിമുകളുടെ അടിമ, അവൻ നശിച്ചിരിക്കുന്നു. നമ്മൾ അതിന്റെ അടിമയാണ്. അതിന്റെ മുമ്പിൽ എന്തും അല്ലേ നമ്മൾ മാറണം. ഈ റമളാൻ അബ്ദുദ്ദീനാറുകളിൽ നിന്നും, അബ്ദുദ്ദറാഹിബുകളിൽ നിന്നും, അബ്ദുദ്ദുനിയയിൽ നിന്നും അബ്ദുള്ളയിലേക്കുള്ള ഒരു പലായനമാകണം. അതാണ് യഥാർത്ഥ ഹിജ്റ. എനിക്ക് അബ്ദുള്ളയാകണം. ഞാൻ അബ്ദുദ്ദുനിയയാണിപ്പോൾ. ദുനിയാവിന്റെ പ്ലസും മൈനസും കണക്ക് കൂട്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. മാറണം, ഞാൻ മാറണം. ആഖിറത്തിലെ പ്ലസും മൈനസും കണക്ക് കൂട്ടി കാര്യങ്ങളെ വിലയിരുത്താൻ എനിക്ക് സാധിക്കാത്ത കാലത്തോളം ഞാനാണ് ഏറ്റവും വലിയ പരാജിതൻ. നമ്മൾ അബ്ദുള്ളമാരാകണം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അവിടെയാണ് നമ്മുടെ വിജയം. അബ്ദുദ്ദീനാറല്ല, അബ്ദുദ്ദുനിയയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുദ്ദുനിയമാരെ, ദുനിയാവിന്റെ അടിമകളായിരുന്ന ഒരു സമൂഹത്തെ 23 വർഷത്തെ കൊണ്ട് അബ്ദുള്ളമാരാക്കി മാറ്റിയ ചരിത്രം നമുക്കറിയാം. ആ ചരിത്രം നമുക്ക് പലപ്പോഴും ആവേശം നൽകാറുണ്ട്. പക്ഷെ ആ ചരിത്രത്തിന്റെ പിന്നിൽ ഒരു വലിയ പ്രയത്നമുണ്ടായിരുന്നു. ആ പ്രയത്നം ഞാനും നിങ്ങളും നിർവഹിക്കേണ്ടതുണ്ട്. മഹാനായ നബി തങ്ങൾ ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമകളായ സമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് ഒരു ഉദാഹരണത്തിലൂടെ അത് കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൈ സമുദ്രത്തിൽ മുക്കി, തന്റെ വിരൽ സമുദ്രത്തിൽ മുക്കി. ഒരു വിരലാണ്. എന്നിട്ടത് പൊക്കിപ്പിടിച്ചു. സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ വിരലിൽ എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. കുറച്ച് നനവ് ഇങ്ങനെ അല്ലേ? റസൂലുള്ളാഹിയുടെ മുഴുവൻ കൈയും സമുദ്രത്തിൽ ഇട്ടിട്ടില്ല, ഒരു വിരലാട്ടത്. എന്നിട്ട് പൊക്കിപ്പിടിച്ചിട്ടൊരു ചോദ്യമാണ്, വല്ലതും കാണുന്നുണ്ടോ? ഒന്നുമില്ല, വിരലിൽ കുറെ നനവ്. റസൂലുള്ളാഹി പറഞ്ഞു, ഈ നനവാണ് ദുനിയാവ്, ഈ സമുദ്രമാണ് ആഖിറത്ത്. ആരാകും നാം? ആരാകണം നാം? റസൂലുള്ളാഹി നമ്മെ പഠിപ്പിക്കുകയാണത്. സഹാബത്തിന് റസൂൽ സംസ്കരിച്ച രീതിയാണത്. ദുനിയാവിന്റെ അടിമകളായിരുന്ന സഹാബത്തിനെ എന്തൊക്കെ രൂപത്തിലുള്ള ദുനിയാവിന്റെ അടിമ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. സ്വന്തം പെൺകുട്ടികളെ കുഴിച്ചുമൂടാൻ, ജീവനോടെ കുഴിച്ചുമൂടാൻ ഒരു തരത്തിലുള്ള മടിയുമില്ലാതിരുന്ന ഒരു സമൂഹം അല്ലേ? കള്ളു കുടിച്ചാൽ ഭാര്യയെയും പെങ്ങളെയും തിരിച്ചറിയാതിരുന്ന ഒരു സമൂഹം. രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു അറബി സംസ്കാരം അനുസരിച്ചൊരു വാളെടുത്ത് തന്റെ അരയിൽ തിരികിയാൽ തിരിച്ചു വരുമ്പോൾ സ്വന്തം ഭാര്യ വാളെടുത്ത് അതിന്റെ തല നോക്കുന്നു. അവിടെ രക്തത്തിന്റെ കറയില്ലെങ്കിൽ എത്ര മോശമാണോ താനെന്ന് ഭർത്താവിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ദുനിയാവിന്റെ അടിമ. ആരാ ചോദിക്കുന്നത്? സ്വന്തം ഭാര്യ. എന്താടോ ഇതിന്റെ തലക്കൽ കുറച്ച് ചോരയിട്ട് വരാത്തത്? ഒരു മനുഷ്യനെങ്കിലും ഇതോട്ട് കുത്തണ്ടേ? നീ ആണാണോ എന്ന് ചോദിച്ച ദുനിയാവിന്റെ അടിമകളെ. അവരുടെ സ്വന്തത്തിന് എത്രയൊക്കെ ആവശ്യമുണ്ടായിട്ടും സ്വന്തം സഹോദരന്റെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകാവുന്ന ഒരു ഉന്നത നിലവാരത്തിലേക്ക്, ദുനിയാവിന്റെ അടിമത്തത്തിൽ നിന്ന് പരലോകത്തിന്റെ അടിമത്തത്തിലേക്കുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു സമൂഹം. അതല്ലേ വിജയം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം മാർക്കറ്റിലേക്ക് കടന്നു വരികയാണ്. കടന്നു വരുമ്പോ റസൂലുള്ള വഴിയിൽ ഒരു ആട്ടിൻകുട്ടി ചത്തു കിടക്കുന്നത് കണ്ടു. ആട്ടിൻകുട്ടിയെ റസൂലുള്ള അങ്ങനെ പൊക്കിയെടുത്തു. എന്നിട്ട് മാർക്കറ്റിൽ വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാ ഇത് വേണ്ടത്? ഒരു ദിർഹമിന് ഇത് തരാം. സഹാബത്ത് ഇങ്ങനെ നോക്കി. കച്ചവടക്കാർ സഹാബത്താണല്ലോ. എന്തു പറ്റി റസൂലിന്? ഒരു ചത്ത ആട്ടുകുട്ടിനെ കൊണ്ടുവന്നിട്ട്. ആ ചത്ത ആട്ടുകുട്ടിക്ക് ഒരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ അതിന്റെ കാത് കീറിയിരുന്നു. നിങ്ങൾക്കറിയാം, അറബികൾക്ക് ആടിന്റെ കാത് കീറിയാൽ അത് ഏറ്റവും മോശമായ ആടാ, വാങ്ങൂല ആടിനെ. ആർക്കത് വേണ്ടത്? ഒരു ദിർഹമിന്. എല്ലാവരും തിരിച്ചു വെച്ചു. റസൂലുള്ള ആർക്ക് വേണം? ആർക്കാ വേണ്ടത്? ആർക്കും വേണ്ട ഇതിനെ. ശരി, നബി കുറച്ചു നേരം നിന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, ഇതാർക്കാ വേണ്ടത്? ഒന്നും തരണ്ട, ഫ്രീ ആയിട്ട് തരാം. അവരൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കി, എന്താ റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയോന്നാണ് ആ ഓർത്തത്തിന്റെ അർത്ഥം? ഇതെന്താ? റസൂലുള്ളാഹിയോട് തിരിച്ചു ചോദിച്ചു, റസൂലുള്ളാഹ് ഇന്നഹു അസക് വബഅദഹു മയ്യിത്. റസൂലുള്ളാഹ് അതിന്റെ കാത് കീറിയിട്ടുണ്ട്, അതിന് പുറമെ അത് ചത്തിട്ടുണ്ട്.
ആർക്ക് വേണം ഈ ആട്ടിൻകുട്ടിയെ? നബി പഠിപ്പിക്കുകയാണ് അവരെ, അല്ല മാറ്റുകയാണ് അവരെ. റസൂലുള്ളാഹി പറഞ്ഞു, ശരി ഇതാർക്കും വേണ്ടല്ലേ? എന്നാൽ കേട്ടോ, വല്ലാഹി ലദ്ദുനിയാ അഹ്വനു ഇൻദല്ലാഹ്. കേട്ടോ, അല്ലാഹുവാണ് സത്യം. ഈ ദുനിയാവെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ചത്ത കാതുകീറിയ ആട്ടിൻകുട്ടി ഏതുപോലെ നിസ്സാരമാണോ വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞുവോ, അതിനേക്കാൾ നിസ്സാരമാണ് റബ്ബിന്റെ അടുത്ത് ഈ ദുനിയാവ് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പഠിച്ചു അവർ പാഠം, മാറിയവർ. ലോക ചരിത്രത്തിലില്ലാത്ത മാറ്റം, തുല്യതയില്ലാത്ത മാറ്റം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മാറ്റം. എൻ്റെ പ്രിയപ്പെട്ട സമൂഹമേ, നാം ചിന്തിക്കേണ്ടത് ഞാനും നിങ്ങളും ഈ ദുനിയാവിലൂടെ, ഈ റമളാനിലൂടെ ഒരു മോചനത്തിന് സന്നദ്ധരാവണം. അത് നമ്മളൊക്കെ ദുനിയാവിൻ്റെ അടിമകളാണെന്ന്, അല്ലേ? എത്ര പൈസക്കാണ് നമ്മൾ കോസ്മെറ്റിക്സുകൾ വാങ്ങാറുള്ളത്? എത്ര പൈസക്കാണ് അത്തറും പൗഡറും വാങ്ങാറുള്ളത്? എത്ര പണത്തിനാണ് ഡ്രസ്സ് വാങ്ങാറുള്ളത്? എന്തൊക്കെ അനാവശ്യമാണ് ഞാനും നിങ്ങളും നമ്മുടെ വീടുകളിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്? ആരാണ് നമ്മളെന്നറിയണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, വിശിഷ്യ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിലെ 3 മുസ്ലിം രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷം മരണപ്പെട്ട, നമ്മളറിയണം, 80% ശിശുമരണം സംഭവിച്ച 3 ആഫ്രിക്കൻ മുസ്ലിം രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലെ മരണപ്പെട്ടതിൽ 38% കുട്ടികളും മരിച്ചത് ഒരു തുള്ളി വെള്ളം ദാഹിച്ചു വലഞ്ഞപ്പോൾ കിട്ടാത്തത് കൊണ്ടാണ് എന്നത് കഥയല്ല. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പുറത്തുവിട്ട നഗ്ന സത്യമാണ്. ഞാൻ നിങ്ങളും അറിയണം നമ്മളെ എവിടെ നിൽക്കുന്നത്. നമ്മൾ മാറണ്ടേ? ഞാൻ നിങ്ങളും ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കുടിക്കുന്നു, ചായ കുടിക്കുന്നു. വെള്ളം കുടിച്ചാലും ചായ കുടിച്ചാലും നമ്മുടെ വെള്ളത്തിൻ്റെയും ചായയുടെയും ഗ്ലാസ്സിന് താഴെ ഒരൽപ്പം ബാക്കിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു മോശ അല്ലേ? നിങ്ങൾ അറിയണം, നമ്മൾ ബാക്കിയാക്കിയ ആ ഒരു മുറുക്ക് വെള്ളമുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ആഫ്രിക്കയിലെ സഹോദരന്മാരായ ശിശുക്കളെ നമുക്ക് രക്ഷിക്കാമായിരുന്നു. നമുക്ക് നിർത്താൻ സമയമായിട്ടില്ലേ? നമ്മൾ നിർത്തണ്ടേ? മാറണ്ടേ? നമ്മൾ മാറണം. ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ റമളാനിൽ നമുക്കൊരു ടാർജറ്റ് ഉണ്ടാകണം. ആ ടാർജറ്റ് ദുനിയാവിൻ്റെ അടിമത്തത്തിൽ നിന്ന് ആഖിറത്തിന്റെ അടിമത്തത്തിലേക്കുള്ള മാറ്റമായിരിക്കണം. അത്യാവശ്യം മതി, അത് മതി, അത് മതി, അതിനപ്പുറത്തേക്കുള്ള ചിന്ത വേണ്ട. എന്നാൽ ആഖിറത്ത് നമുക്ക് എളുപ്പമാകും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വനഫ്സിൻ വമാ സവ്വാഹ. സംസ്കരിക്കേണ്ടത് ആരെയാണ് എന്ന് റബ്ബ് നമ്മളെ പഠിപ്പിക്കുകയാണ്. മനസ്സാണേ സത്യം, അതിനെ പാകപ്പെടുത്തിയവനാണേ സത്യം, പാകപ്പെടുത്തിയ രീതിയാണേ സത്യം. ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹാ. മനസ്സിൽ അല്ലാഹു 2 പ്രോഗ്രാമുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ പ്രോഗ്രാം ഫുജൂർ എന്നാണ് അതിൻ്റെ പേര്. രണ്ടാമത്തെ പ്രോഗ്രാം തഖ്വ എന്നാണ് അതിൻ്റെ പേര്. ഫുജൂർ, തഖ്വ. ആ രണ്ടാമത്തെ പ്രോഗ്രാമാണ്, ആ രണ്ടാമത്തെ പ്രോഗ്രാമിന്റെ വളർച്ചയാണ് ലഅല്ലക്കും തത്തഖൂൻ എന്നത്. അല്ലാഹു വീണ്ടും പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ. ആരുണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ ഷഹാദത്തിലൂടെ, തൗഹീദിലൂടെ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട് തൃപ്തിപ്പെട്ട് ദുനിയാവിൻ്റെ അടിമകളാകാതെ ആഖിറത്തിന്റെ അടിമകളായി സംസ്കരിക്കാൻ ആര് തയ്യാറുണ്ടോ അവൻ വിജയിച്ചു. അവൻ മാത്രമാണ് വിജയിച്ചവൻ. വഖദ് ഖാബ മൻ ദസ്സാഹ. ഇതിൽ നിന്നൊക്കെ മോചിതമായി ഞാൻ എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കും എന്ന് തീരുമാനിച്ചവൻ ആരാണോ അവൻ പരാജയപ്പെട്ടു. ഏതിൽ ഉൾപ്പെടണമെന്ന് നമുക്ക് അല്ലാഹു നൽകിയ വിശേഷ ബുദ്ധി കൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കുക. ഈ റമളാൻ ഗെറ്റ് ടുഗദർ നൽകാനുള്ള സന്ദേശം അതുമാത്രമാണ്. ദുനിയാവിൻ്റെ അടിമത്വത്തിൽ നിന്ന് ആഖിറത്തിൻ്റെ അടിമത്വത്തിലേക്ക് ഹിജ്റ പോവുക. നാം ദീനാറുകളുടെയും ദിർഹമുകളുടെയും അടിമകളാകുന്നതിന് പകരം അള്ളാഹുവിൻ്റെ അടിമകളായി മാറാൻ പരിശ്രമിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മുർ-റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ ഇഷ്ടപ്പെടുന്ന, നീ തൃപ്തിപ്പെടുന്ന ഒരു കർമ്മമായി ഞങ്ങൾക്ക് നീ മാറ്റിത്തരണമേ. റഹ്മുർ-റഹീമീനായ റബ്ബേ, നീ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള തഖ്വ ഞങ്ങളുടെ ജീവിതത്തിൽ നീ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റഹ്മുർ-റഹീമീനായ റബ്ബേ, എന്നെന്നും അള്ളാഹുവെ നിന്റെ മാത്രം അടിമകളായി
ദുനിയാവിൻ്റെയും ദീനാറിൻ്റെയും അടിമകളാകാതെ നിന്നെ മാത്രം അടിമകളായി ജീവിക്കാവുന്ന ഉന്നതമായ മനസ്സ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. ഇനി നമ്മോട് സംസാരിക്കുന്നത് കേരള നദവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി ജനാബ് അബ്ദുറഹ്മാൻ സലഫി അവരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. അഭിവന്യരായ ഇസ്ലാഹി സെൻ്ററിൻ്റെ സാരഥികളെ, വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച എൻ്റെ സ്നേഹിതൻ അബ്ദുസ്സലാം മൗലവി അവറുകളെ, എൻ്റെ ഗുരുനാഥൻ അബ്ദുള്ള ഫാറൂഖി അവറുകളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരന്മാരെ, സഹോദരികളെ, ശ്രേഷ്ഠമായ ഒരു മാസം റമദാൻ, നന്മയുടെ വസന്തം, പുണ്യത്തിൻ്റെ പൂക്കാലം, ഖുർആനിൻ്റെ മാസം, അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന സമയം. മനുഷ്യൻ നന്മയിലേക്ക് ഓടി അടുക്കാനും നന്മകൾ വാരിക്കൂട്ടാനും കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അതിനിടയിൽ ഇന്ന് ഈ വൈകുന്നേരം ഇവിടെ നാം ഒത്തുചേർന്ന് കേൾക്കാവുന്ന, മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ കേട്ടുകഴിഞ്ഞു. കുറച്ചു സമയം കൂടി ഇഫ്താറിന് ബാക്കി നിൽക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു പ്രത്യേക വിഷയം അധികരിച്ച് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതുവരെ പറഞ്ഞു വന്നതിൻ്റെ തുടർച്ചയായി ഒരു പോയിന്റ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ മാസത്തിൽ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായ വിശുദ്ധി കൈവരിക്കാനാണ്. നമ്മുടെ ജീവിതം സ്ഫുടം ചെയ്തെടുക്കാനാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു ഭാഗമാണ് സാമ്പത്തിക രംഗത്തുള്ള വിശുദ്ധി എന്ന് പറയുന്നത്. നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ടാവും, ദിക്റുകളും ദുആകളുമൊക്കെ ഉരുവിടുകയും പതിവാക്കുകയും ചെയ്യുന്നുണ്ടാവും. ആളുകളുമായുള്ള ബന്ധങ്ങളിലും മറ്റും വീഴ്ച കൂടാതെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള സമീപനവും പെരുമാറ്റവും നാം ശീലിച്ചിട്ടുണ്ടാവും. പക്ഷെ സാമ്പത്തിക മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ
ഈ പറയപ്പെട്ട മേഖലകളിൽ കണ്ടതുപോലുള്ള ഒരു വിശുദ്ധി, ഒരു സൂക്ഷ്മത, ഒരു ശുദ്ധീകരണം, ഒരു സംസ്കരണം സംഭവിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നേടിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പലരുടേതും നിരാശാജനകമായിരിക്കും. കാരണം ഇത് എൻ്റെ സ്വത്താണ്, എൻ്റെ പണമാണ്, എൻ്റെ സമ്പാദ്യമാണ്. അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അതിലാർക്കും ഒരഭിപ്രായവുമില്ല, അതിലാർക്കും കൈകടത്താനാവില്ല. ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയത് ഞാൻ ഉദ്ദേശിച്ച പോലെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന ഒരു ഭാവം, ഒരു നിലപാട്, അതാണ് പൊതുവെ ആളുകളിൽ കണ്ടുവരുന്നത്. ഇവിടെ ഒരു മുസ്ലിമിനുണ്ടായിരിക്കേണ്ട കാഴ്ചപ്പാട് അല്ല ഒരു മനുഷ്യനുണ്ടാവേണ്ടത്. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അവന് പകർന്ന് നൽകിയിട്ടുള്ള കാഴ്ചപ്പാട് അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു നിലപാട് അവനുണ്ടാകുമായിരുന്നില്ല. ഞാനും എൻ്റെ ഭാര്യ സന്തതികളും എൻ്റെ ഈ ഒരു കൊച്ചു കുടുംബം അവർക്കുള്ളതാണ് ഇത്. ഈ 10 സെന്റ് ഭൂമി അല്ലെങ്കിൽ 10 ഏക്കർ ഭൂമി, ഈ കാണുന്ന വലിയ സ്വത്തുക്കൾ, ഇതൊക്കെ എൻ്റേത് 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 എന്ന് പറഞ്ഞു പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, വൽ അർദ വദഅഹാ ലിൽ അനാം, ഈ ഭൂമിയെ അള്ളാഹു സൃഷ്ടിച്ചത് ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ ഒരു വിഭാഗത്തിനോ വേണ്ടിയല്ല. ഇവിടെയുള്ള മനുഷ്യരുൾപ്പെടെയുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമിയും അതിലുള്ള വിഭവങ്ങളും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതെനിക്കു മാത്രമുള്ളതല്ല എന്നർത്ഥം. ഫൽയൻദുരിൽ ഇൻസാനു ഇലാ തആമി അന്നാ സബബ്നൽ മാഅ സബ്ബ ثم شققنا الأرض شقا فأنبتنا فيها حبا وعنبا وقضبا وزيتونا ونخلا وحدائق غلبا وفاكهة وأبا متاعا لكم ولأنعامكم. മനുഷ്യൻ അവൻ്റെ മുമ്പിൽ ഡൈനിങ് ടേബിളിൽ നിരത്തിവെച്ച ഈ ഭക്ഷണ പദാർത്ഥം അതെടുത്ത് കഴിക്കുന്നതിന് മുമ്പ് അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു കൊള്ളട്ടെ. അന്നാ സബബിനൽ മാഅ സബ്ബ, ഈ കാണുന്ന ഭക്ഷണം എങ്ങനെ ഉണ്ടായതാണ് എന്ന്. അഥവാ അള്ളാഹു ആകാശത്ത് നിന്ന് മഴ ചൊരിഞ്ഞു തന്നു, ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ പിളർന്നു മുളച്ചു പൊങ്ങി, അത് വലുതായി, അത് പുഷ്പിച്ചു, അത് കായ്ച്ചു, ഫലങ്ങളുണ്ടായി, ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കായ്കനികൾ, പച്ചക്കറികൾ, വിഭവങ്ങൾ ഏറെ. അങ്ങനെയാണ് ഈ തോട്ടങ്ങൾ, ഈ മുന്തിരി, ഒലീവ്, വിവിധ തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളുമൊക്കെ ഉണ്ടായത്. എന്തിന്? മതാഅൻ ലക്കും വലി അൻആമിക്കും, നിനക്ക് എന്നല്ല, നിന്റെ കുടുംബത്തിന് എന്നല്ല, നിങ്ങൾക്ക്, മനുഷ്യവർഗത്തിനും. മനുഷ്യന് മാത്രമോ? അല്ല. വലി അൻആമിക്കും, നിങ്ങൾക്ക് ചുറ്റും ഇവിടെ കാണപ്പെടുന്ന നാൽക്കാലി മൃഗങ്ങൾ, ജീവജാലങ്ങൾ വേറെയുമുണ്ട്. അവക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, രക്ഷിതാവ്, അന്നദാതാവ് അവൻ സൃഷ്ടിച്ച് ഒരുക്കി സംവിധാനിച്ചിട്ടുള്ളതാണ്. ഇത് കിട്ടുമ്പോൾ എനിക്ക് മാത്രം എന്ന് നീ കരുതണ്ട, അല്ലെങ്കിൽ മനുഷ്യർക്ക് മാത്രമെന്ന് കരുതണ്ട. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി വലാ ത്വാഇരി യതീറു ബിജനാഹൈഹി ഇല്ലാ ഉമമുൻ അംസാലുക്കും.
ഈ ഭൂമുഖത്ത് കാണപ്പെടുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ പറവകൾ, അതൊക്കെ ഒരു പക്ഷി, ഒരു മൃഗം അല്ല. നിങ്ങളെപ്പോലെ ഇവിടെ സമൂഹങ്ങളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന വിവിധ സമൂഹങ്ങളാണ് അവയൊക്കെ. മനുഷ്യൻ തന്നെ വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെ, ജാതിയുടെ, മതത്തിൻ്റെ ഒക്കെ പേരിൽ വിവിധ വിഭാഗങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ഇവിടെ കാണുന്ന ജീവജാലങ്ങളും മൃഗങ്ങൾ ഏതെല്ലാം വിഭാഗങ്ങൾ? പറവകൾ, ഇഴജന്തുക്കൾ, പ്രാണികൾ, മനുഷ്യൻ കാണാത്ത മറ്റു ചെറിയ ചെറിയ ജീവികൾ വേറെ, ഇതൊക്കെ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. ഉമമുൻ അംസാലുക്കും, നിങ്ങളെപ്പോലുള്ള സമുദായങ്ങളായിട്ട്, സമൂഹങ്ങളായിട്ട് അവ ജീവിച്ചു കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. നിങ്ങൾക്കിവിടെ ജീവിക്കണമെങ്കിൽ ഉപജീവനത്തിന് വിഭവങ്ങൾ വേണം, അവക്കും വേണം. ഈ ഭൂമിയിൽ ഈ കാണുന്ന ധാന്യങ്ങൾ, പഴവർഗ്ഗങ്ങൾ, കായ്കനികൾ, പച്ചക്കറികൾ, ഇതൊക്കെ നിനക്ക് വേണ്ടിയോ നിന്റെ കുടുംബത്തിന് വേണ്ടിയോ ഗോത്രത്തിന് വേണ്ടിയോ വിഭാഗത്തിന് വേണ്ടിയോ മാത്രമല്ല, മനുഷ്യൻ ഉൾപ്പെടെ ഭൂമുഖത്ത് താമസിക്കുന്ന മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളെപ്പോലെ അവയൊക്കെ ഇവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്നു. കൂടുകെട്ടി താമസിക്കുന്ന പറവകളുണ്ട്. നെൽക്കതിർ മുറിച്ചു കൊണ്ടുപോയി ആ നെല്ല്, അതിൽ നിന്നുള്ള അരിമണി മാത്രം ഭക്ഷിക്കുന്ന തത്തയെപ്പോലുള്ള പറവകളുണ്ട്. പക്ഷെ അവക്ക് ഏക്കർ കണക്കിന് ഭൂമികൾ ഉടമപ്പെടുത്തിയിട്ടില്ല. അവ എവിടെയും പോയി കൃഷി ചെയ്യുന്നുമില്ല. പട്ടിണി കിടന്നുകൊണ്ട് തത്തകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയത് നാമൊട്ട് കാണുന്നുമില്ല. അങ്ങനെ ഒരു വാർത്ത നമ്മൾ ആരും കേട്ടിട്ടുമില്ല. നിങ്ങളെപ്പോലെ ഇവിടെ സമൂഹമായി ജീവിക്കുന്ന അവക്കും നിങ്ങൾക്കും വേണ്ടി അള്ളാഹു ഏർപ്പെടുത്തിയ വിഭവങ്ങളാണിവ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ലോ തവക്കൽതും അലല്ലാഹ് ലറസഖകും കമാ യർസുഖു അത്വയ്ർ തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാന. പല ആളുകളും തെറ്റായി മനസ്സിലാക്കിയിട്ടുള്ള ഒരു നബിവചനമാണ്. എന്ന് പറഞ്ഞാൽ പണിയൊന്നും എടുക്കാതെ അധ്വാനിക്കാതെ ഞാൻ അള്ളാഹുവിൽ തവക്കുലാക്കിയവനാണെന്ന് പറഞ്ഞ് വല്ല പച്ചത്തട്ടവും തോളിലൂടെ അണിഞ്ഞ് വല്ല പള്ളിമൂലയിലും മാത്രം ഇരിക്കുന്ന അധ്വാനിക്കാത്ത മടിയന്മാരായ മനുഷ്യന്മാർ പടച്ചവനെ തവക്കുലാക്കി, അതുകൊണ്ട് എനിക്കുള്ളത് എനിക്ക് വരും, അങ്ങനെ അള്ളാഹ് പറഞ്ഞിട്ടില്ല. അവരാണ് പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന പോലെ അള്ളാഹു തവക്കുലാക്കിയവർക്ക് ഭക്ഷണം നൽകുമെന്ന് പറഞ്ഞ് അധ്വാനിക്കാതെ അലസരായി എവിടെയെങ്കിലും ചടഞ്ഞിരിക്കുന്നത്. അവിടെ തന്നെ അള്ളാഹ് പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞതെന്താ? ആ പക്ഷികൾ ഒട്ടിയ വയറുമായി വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ തന്നെ ഇരിക്കുന്ന പക്ഷികൾക്ക് കൂട്ടിലേക്ക് തീറ്റ അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്നല്ല പറഞ്ഞത്. ഒട്ടിയ വയറുമായി കൂട് വിട്ടിറങ്ങും. അങ്ങനെ ഇറങ്ങിയാലാണ് നിറഞ്ഞ വയറുമായി അത് കൂട്ടിലേക്ക് മടങ്ങി വരുന്നത്. അപ്പൊ തീറ്റ തേടി പോകണം, തീറ്റ കണ്ടുപിടിക്കണം, എന്നിട്ട് വയറ് നിറച്ച് തീറ്റ അത് സമ്പാദിക്കണം, കൂട്ടിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരികയും വേണം. ഇതുപോലെ മനുഷ്യൻ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ, മനുഷ്യനോട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ അവൻ ചെയ്താൽ അവനും ഉപജീവനം അള്ളാഹു നൽകും. അപ്പം മനുഷ്യൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ജീവജാലങ്ങൾക്കും വേണ്ടിയുള്ളതാണ് ഈ ഭൂമിയും അതിലുള്ള മുഴുവൻ വിഭവങ്ങളും. അത് ആരെങ്കിലും സ്വന്തമാക്കി മറ്റുള്ളവർക്ക് കൊടുക്കാതെ തടഞ്ഞു വെക്കാൻ പാടില്ലെന്നർത്ഥം. എന്നാൽ ഇത് മൊത്തത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അള്ളാഹുവിൻ്റെതാണ്. ഖുർആൻ അങ്ങനെ തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഖുൽ ലിമനിൽ അർദു വമൻ ഫിഹാ, ചോദിക്കുക ഈ ഭൂമി ആരുടേതാണ്,
ഈ ഭൂമിയിലുള്ളതും ആരുടേതാണ്? സയഖൂലൂന ലില്ലാഹ്, അള്ളാൻ്റെത് എന്ന് പറയും. ഇല്ലേ? നമ്മളൊക്കെ പറയില്ലേ? നമ്മൾ വീട് വെച്ച സ്ഥലത്ത് വന്നിട്ട് ഒരാൾ ചോദിക്കുക ഇത് ആരതാ? അപ്പൊ അള്ളാൻ്റെത് എന്ന് പറയില്ല, അത് എൻ്റെതാണ്. ഈ തോട്ടം അതെൻ്റേത്, ഈ ഷോപ്പിംഗ് മാള് അതെൻ്റേത്, ആ കെട്ടിടം അതെൻ്റേത്, ഈ വയല് അതെൻ്റേത്. അവിടെ അള്ള പോയി. മൊത്തത്തിലെടുക്കുമ്പോൾ ഇതാരതാ? അള്ളാഹുവിൻ്റേത്. അതെല്ലാവരും പറയും. അത് പിന്നെ മറന്നു പോകാത്ത നിലക്കായിരിക്കണം ഈ 10 സെന്റിനോടും 1 ഏക്കറിനോടും ഈ ഫാക്ടറിയോടും വയലിനോടും ഈ കാണുന്ന തോട്ടത്തിനോടുമൊക്കെയുള്ള സമീപനം എന്നർത്ഥം. ആത്യന്തികമായ കാഴ്ചപ്പാട് ഈ പ്രപഞ്ചം, ഈ ഭൂമി, അതിലുള്ള ഓരോ ഇഞ്ചും, അതിലുള്ള മുഴുവൻ വിഭവങ്ങളും, സകല സൃഷ്ടികളും സ്രഷ്ടാവായ അള്ളാഹുവിൻ്റേതാണ്. അത് മനസ്സിൽ ശരിക്കും ഉറപ്പിച്ചു വെക്കുക. ഫകാതിബൂഹും ഇൻ അലിംതും ഫീഹിം ഖൈറ വആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും. ഒരടിമ മോചനത്തിന് ആവശ്യപ്പെട്ടുകൊണ്ട് മോചനപത്രം എഴുതി കൊടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ ആ അടിമക്ക് മോചനപത്രം എഴുതി കൊടുക്കണം. അയാളിലൊരു നന്മ നിങ്ങൾ കാണുകയാണെങ്കിൽ പോരവ ആതൂഹും മിൻ മാലില്ലാഹില്ലദീ ആതാക്കും, അള്ളാന്റെ സ്വത്തിൽ നിന്ന്, അള്ള നിങ്ങൾക്ക് തന്നതിൽ നിന്ന് അവർക്ക് കൊടുക്കുകയും വേണം. കണ്ടോ ഖുർആൻ പറഞ്ഞത്? അള്ളാന്റെ സ്വത്ത്. ഏതാ ഈ സ്വത്ത്? അത് തൻ്റെ ബാങ്കിലുള്ള ബാങ്ക് ബാലൻസ് തന്നെ, തൻ്റെ ഫാക്ടറിയിലുള്ളത് തന്നെ, തൻ്റെ കടയിലുള്ളത് തന്നെ, തൻ്റെ തോട്ടത്തിലുള്ളത് തന്നെ, തൻ്റെ കൃഷിയിടത്തിലുള്ളത് തന്നെ, തൻ്റെ പോക്കറ്റിലുള്ളത് തന്നെ. അതിൽ നിന്ന് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അതാരതാ? വആതുഹും മിൻ മാലില്ലാഹി, അള്ളാന്റെ ധനത്തിൽ നിന്ന്. നീ ജനിച്ചു വരുമ്പോൾ നിന്റെ കയ്യിൽ വല്ലതുമുണ്ടോ? ഇല്ല. ശൂന്യമായ 2 കൈകൾ, അരയിലൊരു നൂല് പോലും ഇല്ല. തിരിച്ചു പോകുമ്പോഴോ നീ എത്ര സമ്പാദിച്ചാലും 3 കഷ്ണം തുണിയിൽ നിന്റെ ശരീരം പൊതിഞ്ഞ് അതുമായിട്ട് നീ തിരിച്ചു പോകും. ഒരു ഡോക്യുമെന്റും തൻ്റെ ഖബറിൽ വെക്കുന്നില്ല, ഒരു ഡീഡും തൻ്റെ കൂടെ വെക്കുന്നില്ല, ഒരു ബാങ്ക് ബാലൻസും ഒരു സ്റ്റേറ്റ്മെന്റും തൻ്റെ കൂടെ വെക്കുന്നില്ല. വെറും ഈ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് നിന്നെ വെച്ചു. അപ്പൊ ഇതെല്ലാം പിന്നെ ഇവിടെ നിന്ന് അള്ളാഹു നിനക്ക് നൽകിയതാണ്. അള്ള നൽകിയെന്ന് പറഞ്ഞാലോ നേരത്തെ പറഞ്ഞ പോലെ മടിയനായി ഒരു മൂലയിൽ ഇരുന്നപ്പോൾ തൻ്റെ കയ്യിലേക്ക് വന്നു എന്നല്ല. ഈ ഭൂമി അള്ളാഹുവിൻ്റേത്, ഇവിടെയുള്ള വിഭവങ്ങൾ അള്ളാഹുവിൻ്റേത്, നിനക്കും സകല മനുഷ്യർക്കും മുഴുവൻ ജീവജാലങ്ങൾക്കുമുള്ളത്. അതിൽ നിന്ന് നീ അധ്വാനിച്ച് സമ്പാദിക്കണം. അതാണ് ഖുർആൻ പറയുന്ന 3ാമത്തെ പോയിന്റ്. ഈ വിഷയകമായി നമ്മെ ധരിപ്പിക്കുന്നത് അതാണ്. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂല ഫംശു ഫീ മനാകിബിഹാ വകുലു മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഈ ഭൂമിയെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ, കൃഷി ചെയ്യാൻ, കച്ചവടം ചെയ്യാൻ, നാടും നഗരവും നിർമ്മിക്കാൻ, നാഗരികത കെട്ടിപ്പടുക്കാൻ, ഏറ്റവും ഫലഭൂയിഷ്ടമായ ഭൂമി കണ്ടെത്തി അതിൽ നിന്ന് കൃഷി ചെയ്ത് വിളവെടുക്കാൻ, ഇങ്ങനെ നിനക്ക് വേണ്ടി ഇത് ഒരുക്കി തന്നത് അല്ലാഹുവാണ്. അതിനാൽ ഫംശു ഫീ മനാകിബിഹാ, ആ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ നിങ്ങൾക്ക് സഞ്ചരിക്കാം, എവിടേക്കും യാത്ര ചെയ്യാം, നടന്നും വാഹനത്തിലും യാത്ര ചെയ്യാം. വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. എന്തിനാ പോകുന്നത്? നടന്നുപോയി നിങ്ങളുടെ ഉപജീവനത്തിന് വേണ്ട വിഭവങ്ങൾ, അള്ളാഹുവിന്റെ അനുഗ്രഹം, അത് സമ്പാദിക്കുന്നതിനു വേണ്ടി. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് കണ്ടോ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർദ് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്
വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞു, ഇനി നിസ്കാരം കഴിഞ്ഞ് ബാക്കി പള്ളിയിൽ തന്നെ ഇരിക്കുക. അങ്ങനെ പള്ളിയിൽ മാത്രം ഇരുന്ന് കഴിച്ചു കൂട്ടേണ്ടവനല്ല ഒരു മുസ്ലിം. നിസ്കാരം കഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങിക്കോ. ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറു ഫിൽ അർദ്, ഭൂമിയിലൂടെ നിങ്ങൾ വ്യാപരിക്കുക. എന്തിന്? വബ്തഗൂ മിൻ ഫദ്ലില്ലാ, നിങ്ങൾക്ക് ജീവിക്കണം, അതിനു വേണ്ട സ്വത്ത് സമ്പാദിക്കാൻ നിസ്കാരം കഴിഞ്ഞാൽ ഇറങ്ങിക്കോ, അധ്വാനിച്ചോ സമ്പാദിച്ചോ എന്നാണ് അള്ളാഹു പറയുന്നത്. ഹുവല്ലദീ യുസയ്യിറുക്കും ഫിൽ ബർരി വൽ ബഹർ, കടലിലൂടെ നിങ്ങളെ സവാരി ചെയ്യിക്കുന്നത്, കരയിലൂടെ നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്തിനാ? നിങ്ങൾക്ക് ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി. ഇങ്ങനെയൊക്കെ ധനം വേണോ? സമ്പാദിക്കണോ? വേണം. എന്തുകൊണ്ട്? മനുഷ്യന് പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. വലാ തുഅ്തുസ് സുഫഹാഅ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. അള്ളാഹുവിന്റെ ധനം എന്ന് പറഞ്ഞ് അതേ അള്ള തന്നെ പറയുന്നു നിങ്ങളുടെ ധനം എന്ന്. 3 തരത്തിലുള്ള പ്രയോഗം എനിക്ക് കാണാം. ഒന്ന്, അള്ളാഹുവിന്റെ ധനം എന്നത്, അത് നാം മനസ്സിലാക്കി. രണ്ടാമത്തത് നിങ്ങളുടെ ധനം എന്നാണ് ഇവിടെ പറയുന്നത്. ഏതാണ് ഈ നിങ്ങളുടെ ധനം? വലാ തുഅ്തുസ് സുഫഹാഅ, സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള വിവേകം എത്തിയിട്ടില്ലാത്ത, പ്രായപൂർത്തിയാകാത്ത അനാഥ കുട്ടികൾക്ക് അവരുടെ പിതാക്കൾ വിട്ടേച്ചു പോയ അനന്തര സ്വത്ത്, ആ സ്വത്തിനെ പറ്റിയാണ് നിങ്ങളുടെ ധനം നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. കാരണം അത് ആ കുട്ടിയുടേത് മാത്രമല്ല ധനമെന്നത്, അള്ളാഹു മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടി സൃഷ്ടിച്ചതാണ്. അല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ, നിങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ നിദാനമായി അള്ളാഹു നിശ്ചയിച്ച ഈ ധനം വിവേകമെത്തിയിട്ടില്ലാത്ത, പക്വതയില്ലാത്ത കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കരുത്. അവരെ ഏൽപ്പിച്ചാൽ ദുർവ്യയം ചെയ്യും, അന്യാധീനപ്പെടും, നഷ്ടപ്പെട്ടു പോകും. ആ നഷ്ടം പൊതുനഷ്ടമാണ്, സോഷ്യൽ വേസ്റ്റ്, ഒരു സമൂഹത്തിന്റെ നഷ്ടമാണ്. ഇപ്പൊ ഇലക്ട്രിസിറ്റി, വാട്ടർ, അത് മാസം തോറും ഞാൻ ബില്ലടക്കുന്നുണ്ട് കരണ്ടിന്, വെള്ളത്തിന്. അതുകൊണ്ട് ഈ കുടിവെള്ളം ഞാൻ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്താൽ അതാരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ നിനക്കെന്താ കാര്യം, ഞാൻ ബില്ലനുസരിച്ച് പണമടക്കുന്നുണ്ടല്ലോ. ആ വെള്ളം തീർന്നു പോയാൽ ഇവനെന്നല്ല ആർക്കും കുടിക്കാൻ വെള്ളമില്ലാതെ പോകും. കുടിവെള്ളം കുടിക്കാൻ ഉപയോഗിക്കണം. ഒരു വ്യക്തി ദുരുപയോഗം ചെയ്ത് നഷ്ടപ്പെടുത്തിയാൽ നഷ്ടം ആ വ്യക്തിക്കു മാത്രമല്ല, സമൂഹത്തിനാണ് നഷ്ടം. അതേപോലെ തന്നെ ഇലക്ട്രിസിറ്റി ഉപഭോക്താക്കൾ ദുരുപയോഗം ചെയ്ത് അത് ഉപയോഗിച്ച് തീർന്നാൽ പിന്നെ ആവശ്യത്തിന് വെളിച്ചത്തിന് പോലും, AC വർക്ക് ചെയ്യാൻ പോലും കറണ്ട് ലഭിക്കാതെ പോകും. ആ വ്യക്തിക്ക് മാത്രമല്ല നഷ്ടം, അതൊരു പൊതുനഷ്ടമാണ്. അതുകൊണ്ടാണ് മനുഷ്യവർഗത്തിന്റെ, ജീവജാലങ്ങളുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന്റെ നിദാനം എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഈ ധനം അത് ദുർവ്യയം ചെയ്യപ്പെടരുത്, അന്യാധീനപ്പെടരുത്. അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ പക്വതയെത്താത്ത, വിവേകമെത്താത്ത കുട്ടികൾക്ക് നിങ്ങളുടെ നിലനിൽപ്പിന്റെ നിദാനമായി അള്ളാഹു നിശ്ചയിച്ച ധനം നിങ്ങൾ കൊടുക്കരുത്, ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ധനം അള്ളാഹ് ഉപയോഗിക്കാനല്ല, മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് അത് ദുർവ്യയം ചെയ്യപ്പെടരുത്. അത് ശ്രദ്ധിക്കണം, സംരക്ഷിക്കണം. അള്ളാഹ് നിർദ്ദേശിച്ച പോലെ അത് കൈകാര്യം ചെയ്യണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. വബ്തുലുൽ യതാമ ഹത്താ ഇദാ ബലഗു നികാഹ വഇൻ ആനസ്തും മിൻഹും റുഷ്ദൻ ഫദ്ഫഉ ഇലൈഹിം അംവാലഹും. ആ യതീമുകളെ നിങ്ങൾ പരിശോധിക്കുക. അവർക്ക് പ്രായപൂർത്തിയായി, വിവേകവും പക്വതയും നിങ്ങൾ അവരിൽ കണ്ടു ബോധ്യപ്പെട്ടു എങ്കിൽ ആ യതീം കുട്ടിക്കുള്ള സ്വത്താണ് നിങ്ങൾ ഇതുവരെ സംരക്ഷിച്ചത്. ഇനി അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുക.
അത് വിവേകത്തോടെ അള്ളാഹുവിന്റെ നിയമമനുസരിച്ച് കൈകാര്യം ചെയ്യാൻ അവർ ശ്രദ്ധിച്ചു കൊള്ളും. കണ്ട, അവരുടെ സ്വത്ത് അപ്പോൾ ഓരോ വ്യക്തിയിലേക്കും ചേർത്തി പറഞ്ഞു. അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞു, ഒന്ന്. രണ്ട്, ഇത് മൊത്തത്തിൽ സമൂഹത്തിനുള്ളതാണ്, സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ നിദാനമാണെന്ന് പറഞ്ഞു. മൂന്ന്, ഓരോരുത്തരും പ്രത്യേകമായി സമ്പാദിച്ചുണ്ടാക്കിയത് അവനവൻ്റേത് എന്നുള്ള നിലയ്ക്ക് വ്യയം ചെയ്യാവുന്നതാണ്. അവിടെയാണ് ഒന്നുകൂടി സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ടത്. ആമിനു ബില്ലാഹി വറസൂലി വഅൻഫിഖു മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹി. അല്ലാഹുവിലും അവന്റെ ദൂതനിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് സമ്പാദിച്ചുകൊണ്ട് വിനിമയം ചെയ്യാൻ, ഉപയോഗപ്പെടുത്താൻ അള്ളാഹു അനുവാദവും അധികാരവും നൽകിയിട്ടുള്ള ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക. അപ്പൊ ഈ സ്വത്തിൽ നമുക്കുള്ള അധികാരം ഇസ്തിഖ്ലാഫ്, അത് അള്ളാഹു അനുവദിച്ച മാർഗത്തിലൂടെ സമ്പാദിക്കാനും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ചത് കൈകാര്യം ചെയ്യാനും മാത്രമുള്ള അധികാരമാണ് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ഈ 10 സെന്റ്, ഈ ഫാക്ടറി, ഈ കട, ഈ സ്വത്ത്, ഈ കാശ് അതെന്റേത്, എന്റെ ഇഷ്ടം പോലെ എന്നല്ല. അത് സമ്പാദിക്കുന്നത് അള്ളാഹു നിർദ്ദേശിച്ച വിധത്തിലാവണം. അതേപോലെ വ്യയം ചെയ്യുന്നത് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചായിരിക്കണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഈ നിലയ്ക്ക് സമ്പാദിച്ചുണ്ടാക്കിയിട്ടുള്ള ധനം, ആ ധനം അത് സമ്പാദിച്ചു ഉണ്ടാക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ അറിവ്, അധ്വാനം, ആസൂത്രണം ഇതനുസരിച്ചാണോ ധനം ലഭിക്കുന്നത്? അല്ല. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളെ മക്കളും നിങ്ങളെ സ്വത്തും പരീക്ഷണമാണ് എന്നാണ് അള്ളാഹു പറയുന്നത്. പരീക്ഷണമാണ്. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള സ്വത്ത് പരീക്ഷണമാണ്. മനുഷ്യൻ അള്ളാഹു നൽകിയിട്ടുള്ള മക്കള് പരീക്ഷണമാണ്. ഈ മക്കൾ താൻ ഉദ്ദേശിച്ച വിധത്തിലല്ലാതെ വളർന്നു വന്നാൽ, വളർത്തിയാൽ ആ മക്കളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ദോഷമാണ്, ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതുപോലെ ഈ സ്വത്ത്, ആ സ്വത്ത് ഇതേപോലെ തനിക്ക് ഇവിടെ എന്നല്ല ശാശ്വത ജീവിതത്തിലും ദോഷമായി, നാശമായി മാറുകയാണ് ചെയ്യുന്നത്. പരീക്ഷണമാകുമ്പോൾ കൂടുതൽ നൽകി പരീക്ഷിക്കും. ചിലർക്ക് ഒട്ടും നൽകാതെയോ ആവശ്യത്തിന് നൽകാതെയോ പരീക്ഷിക്കും. വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. ഒരാളെ അല്ലാഹു പരീക്ഷിച്ചു, ഓന് ഇഷ്ടം പോലെ കൊടുത്തു. ഓൻ പറയും, വല്ലാത്തൊരു പടച്ചോന്, ഓന് വലിയ ഇഷ്ടമായിരിക്കും പടച്ചോനോട്. എന്നാൽ അള്ളാഹു ഒരുത്തനെ പരീക്ഷിച്ചു, ആവശ്യത്തിന് കൊടുത്തില്ല. അപ്പോഴോ എന്ത് പടച്ചോനാണ്, എന്നെങ്ങനെ കഷ്ടപ്പെടുത്തി, എന്നെ അപമാനിച്ച്, വിഷമിപ്പിച്ച്, നിന്ദിച്ച് എന്നൊക്കെ ആ മനുഷ്യൻ പറയും. കൂടുതൽ നൽകുന്നത്, ഇത് കൂടുതൽ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ മറന്ന് തന്നിഷ്ടപ്രകാരം ചെയ്യുന്നുവോ, ആവശ്യത്തിന് ലഭിക്കാതിരിക്കുമ്പോൾ തന്റെ ആവശ്യത്തിന് വേണ്ടി നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ സമ്പാദിക്കുന്നുവോ എന്ന പരീക്ഷണമാണ് അള്ളാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. അള്ളാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ഖ് വിശാലമായി കൊടുക്കുന്നു. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചിലർക്ക് പരിമിതപ്പെടുത്തുന്നു, കുടുസാക്കുന്നു, ആവശ്യത്തിന് കൊടുക്കുന്നില്ല, വിശാലമാക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. ബുദ്ധിയും അറിവും കഴിവും ആസൂത്രണവും കൂടുതലൊന്നുമില്ലാത്ത, അതൊക്കെ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്ന പോലെ ഇതൊന്നും ഇല്ലാത്ത ആളുകൾക്കും സ്വത്ത് ലഭിക്കുന്നു. വലിയ ബുദ്ധിയും പ്ലാനും ആസൂത്രണവുമുള്ള പലർക്കും അതുപോലെ സ്വത്ത് സമ്പാദിക്കാനൊട്ട് കഴിയുന്നുമില്ല. ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും വലിയ ധനതത്വശാസ്ത്രജ്ഞന്മാർ
അവരേതെങ്കിലും സമ്പന്നരുടെ അല്ലെങ്കിൽ സംവിധാനങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ ജീവനക്കാരായി കഴിഞ്ഞുകൂടുന്നവരായിരിക്കും. അവർ ഇത്ര വലിയ സാമ്പത്തിക വീക്ഷണമുള്ളവരായിട്ട് എന്തേ അവർക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ധനികരായി മാറാൻ കഴിയാതിരുന്നത്? ഇത് അറിവനുസരിച്ചോ അധ്വാനമനുസരിച്ചോ ആസൂത്രണമനുസരിച്ചോ മാത്രം ലഭിക്കുന്നതല്ല. അല്ലാഹു യബ്സുത്തു റിസ്ഖ ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവൻ റിസ്ഖ് വിശാലമായി കൊടുക്കുന്നു. വയഖദ്, അവൻ ഉദ്ദേശിക്കുന്ന ചിലർക്ക് അവൻ പരിമിതപ്പെടുത്തുന്നു, കുടുസാക്കുകയും ചെയ്യുന്നു. അത് മനുഷ്യന്റെ മാത്രം ബുദ്ധിയും അറിവും അനുസരിച്ചല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു പണ്ട്, ഇതൊക്കെ എൻ്റെ സ്വന്തം. ആരാ പറഞ്ഞത്? ഖാറൂൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യനെ, ആ ഖാറൂന്റെ ധനം സൂക്ഷിച്ചു വെച്ച ഖജാനകളുടെ താക്കോലുകൾ ഒട്ടകക്കൂട്ടങ്ങൾക്ക് ചുമന്നു കൊണ്ടുപോകാൻ മാത്രമുണ്ടായിരുന്നു. അത്ര വലിയ ധനികനായിരുന്നു. ആ ഖാറൂനെയും ഖാറൂന്റെ സമ്പത്തിനെയും ഒരു നിമിഷം ഭൂമിയിലേക്ക് ആഴ്ത്തപ്പെട്ടു. അള്ളാഹു വിചാരിച്ച ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ മന്നവൻ നാളത്തെ യാചകൻ, നാം പണ്ട് കേട്ടിട്ടുണ്ടല്ലോ. ആ അവസ്ഥ അള്ളാഹു വിചാരിച്ചാൽ അത്രയേ ഉള്ളൂ. അപ്പൊ ഇത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ കൊടുക്കുകയാണ്. അതിനാൽ വിശാലമായി ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് മുഴുവനും എൻ്റേത്, എനിക്ക് മാത്രം എന്നുള്ള നിലക്കല്ല എന്നർത്ഥം. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ അള്ളാഹു അവൻ്റെ ഈ ധനം, മനുഷ്യന്റെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവൻ സംവിധാനിച്ച ധനം, അത് എല്ലാവർക്കും കൂടിയുള്ളത് ചിലരുടെ അക്കൗണ്ടുകളിലായിട്ടാണ് അവൻ അത് നിക്ഷേപിച്ചിട്ടുള്ളത്. പക്ഷെ ഒരാളുടെ അക്കൗണ്ടിൽ വരുന്നത് മുഴുവൻ അയാളുടേതു മാത്രമല്ല. എൻ്റെ ബാങ്കിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്. ബാങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ അതിലതാ ഒരു 10 ലക്ഷം രൂപ വന്ന് കിടക്കുന്നു. ഇതെവിടുന്ന് വന്നു അറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതാ ഒരു സ്റ്റേറ്റ്മെന്റും വരുന്നു, ഒരു ലെറ്റർ. ഇത്രാം തീയതി 10 ലക്ഷം രൂപ നിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ 9,75,000 രൂപ നിനക്കുള്ളതാണ്. 25,000 രൂപ അത് നിന്റെ നാട്ടിലുള്ള കുറച്ചാളുകളുടെ പേര് പറഞ്ഞു. ഈ ആളുകൾക്ക് ഉള്ളതാണ്, അത് അവർക്ക് നീ കൊടുക്കണം. 10 ലക്ഷം റുപ്യ കിട്ടിയിട്ട് 25,000 കൊടുക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഇതിൽ 5 ലക്ഷം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞാൻ കൊടുക്കേണ്ടതിൻ്റെതല്ലല്ലോ. തന്ന ആളല്ലേ കൊടുക്കാൻ പറയുന്നത്, തന്ന ആളാ കൊടുക്കാൻ പറഞ്ഞത്. പിന്നെന്താ വിഷമം? അല്ല, ഇതിൽ 10 ലക്ഷത്തിൽ 1 ലക്ഷം നീ എടുത്തോ, 9 ലക്ഷം നിന്നെപ്പോലെ 9 ആൾക്ക് ഓരോ ലക്ഷം വെച്ച് നീ കൊടുക്കണം. തന്നാള് പറഞ്ഞാൽ അതും കൊടുക്കണമല്ലോ. അല്ല, 2,500 നീ എടുത്ത് 9,75,000 മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാലോ? തന്നാള് പറഞ്ഞാൽ ഞാനത് കൊടുക്കാൻ ബാധ്യസ്ഥനാണല്ലോ. കാരണം എൻ്റെ അക്കൗണ്ടിൽ ആദ്യം ഉണ്ടായിരുന്നത് 1,000 രൂപയുള്ളൂ, വേറൊന്നുമില്ല. പിന്നെ അതിലേക്ക് ഈ 10 ലക്ഷം തന്ന ആള് പറയാ, 10 ലക്ഷം നിന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ടു, അതിൽ 9,75,000 നീ എടുത്തോ, ബാക്കി 25,000 ഇന്ന ആളുകൾക്ക് ഇത്ര വെച്ച് നീ കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാവുമോ കൊടുക്കാൻ? അത് കൊടുത്തിട്ടില്ലെങ്കിലോ ഈ 10 ലക്ഷം എൻ്റെതാവോ? ഇല്ല. എൻ്റെ ധനം ശുദ്ധമാകുമോ? ഇല്ല, എൻ്റെ ധനം ശുദ്ധമാകൂല. ഞാൻ അന്യായമായി മറ്റുള്ളവന്റെ അവകാശം പിടിച്ചു വെച്ചവനായി. കാരണം ഈ കാശ് തന്ന ആള് എനിക്ക് മാത്രമായിട്ട് തന്നതല്ല ഇത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സകാത്തിന്റെ കാര്യത്തിൽ മൗലികമായ ഒരു തത്വം.
ആളുകൾ സ്വത്തിനെ സംബന്ധിച്ച് ചിന്തിക്കുന്ന ഒരു കാലം, ആളുകൾ ജീവിതത്തെ വിമലമാക്കി വിശുദ്ധമാക്കി ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മാസം. ഈ സന്ദർഭത്തിൽ ഞാൻ എന്തിന് എൻ്റെ ഈ കാശ് ഇങ്ങനെ കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഒരു മൗലിക വശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തിയെന്നേയുള്ളൂ. അള്ളാഹ് പറഞ്ഞത്, നീ സമ്പാദിച്ചിട്ട് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ചെലവ് കഴിച്ച് മിച്ചം 200 ദിർഹം ഉണ്ടെങ്കിൽ 590 ഗ്രാം വെള്ളി, അതിൻ്റെ വിലക്കുള്ള കാശ് നിന്റെ ജീവിതത്തിന്റെ അടിസ്ഥാന ആവശ്യം കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ, ആ മിച്ചമുള്ളത് 200 ദിർഹമുണ്ടെങ്കിൽ, 200 ദിർഹമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5% നിന്റേതല്ല. വഫി അംവാലിഹിം ഹഖ്ഖും മഅലൂം ലിസ്സായിലി വൽ മഹ്റൂം. അവരുടെ ധനത്തിൽ, ധനം നൽകപ്പെടാത്ത, ധനം ലഭിച്ചിട്ടില്ലാത്ത പാവങ്ങളായ ആളുകൾക്ക്, ജീവിക്കാൻ വഴിയില്ലാതെ വല്ലതും തരുമോ എന്ന് ചോദിച്ചു വരുന്ന ആളുകൾക്ക് അവരുടെ സ്വത്തിൽ അവകാശമുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. ഇത് ധനികന്റെ ഔദാര്യമല്ല, ഇത് പാവപ്പെട്ടവന്റെ അവകാശമാണ്. അപ്പൊ എനിക്ക് എൻ്റെ ചെലവ് കഴിച്ച് 1 ലക്ഷം രൂപ മിച്ചമുണ്ടെങ്കിൽ അതിൻ്റെ 2.5% പാവപ്പെട്ടവർക്കുള്ളതാണ്, അത് അവർക്ക് അവകാശപ്പെട്ടതാണ്. അത് ഞാൻ എൻ്റെ ഔദാര്യമായിട്ട് എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുന്നതല്ല എന്നർത്ഥം. എന്നാൽ ഞാൻ എൻ്റെ ഇഷ്ടദാനം, ഇഷ്ടത്തിനനുസരിച്ച് എനിക്ക് ദാനം ചെയ്യാം, ആവശ്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ഏറ്റവും പുണ്യമുള്ള കാര്യമാണത്. ആ പുണ്യം മനുഷ്യനെ ഒരുപാട് ഉന്നതിയിലേക്ക് നയിക്കുന്നതാണ്. നിർബന്ധമായ ദാനം അത് മറ്റുള്ളവരുടെ അവകാശം എന്ന നിലയ്ക്ക് അവർക്കത് നൽകാതിരിക്കുന്നത്, അത് തൻ്റെ ധനം അത് മലിനമായി അശുദ്ധിയായി ശുദ്ധീകരിക്കപ്പെടാതെ കിടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് വളരെ തുച്ഛമായ ഒന്നാണ്. ഇതേപോലെ അള്ളാഹുവാണ് നിങ്ങൾക്ക് ഈ തോട്ടങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു തന്നത്, ഈ കൃഷിയിടങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ചു തന്നത്. അതിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ധാന്യങ്ങളെ, പഴങ്ങളെയൊക്കെ എണ്ണിപ്പറഞ്ഞ ശേഷം വാതു ഹഖ്ഖഹു യൗമ ഹസാദിഹി, നിങ്ങൾ എന്നാണോ വിളവെടുക്കുന്നത് ആ വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഹക്ക്, അതിൻ്റെ അവകാശം നിങ്ങൾ അവകാശികൾക്ക് നൽകണം എന്ന്. അപ്പൊ അത് നമ്മളതാണോ? അല്ല. 6 കിൻഡൽ ഉപയോഗിക്കുന്ന ധാന്യം നമുക്ക് ഇതുപോലെ വിളവുണ്ടെങ്കിൽ അതിൻ്റെ 5% അത് നമ്മുടേതല്ല, അത് നമ്മളെ വയലിൽ അള്ളാഹ് നിക്ഷേപിച്ചതാണ്. ഇനി ഇതങ്ങ് കരിഞ്ഞു പോയി എന്ന് വിചാരിക്കുക, നമ്മളെ കൂലിച്ചെലവൊക്കെ നഷ്ടമായി പോകും. വെള്ളപ്പൊക്കത്തിൽ അതങ്ങ് നശിച്ചുപോയി എന്ന് വിചാരിക്കുക, വിത്തിറക്കിയതും അതിന് വളം ചേർത്തതും അതിൻ്റെ കൂലിച്ചെലവൊക്കെ നശിച്ചു പോകും, ഇല്ലേ? എന്നാൽ ഇത് നല്ല നിലക്ക് സമൃദ്ധമായി വളർന്നു, വിളവുണ്ടായി എങ്കിൽ അത് 6 കിൻഡലിലധികം ഉണ്ടായാൽ അതിൻ്റെ 5% അത് നമ്മളതല്ല. ഇതൊട്ടുമില്ലാതെ നശിച്ചു പോകുന്ന അവസ്ഥയിൽ ആക്കി തീർക്കാനും, ഇത് ഫലസമൃദ്ധമായി വിഭവങ്ങൾ ഏറെ ലഭ്യമാക്കുന്ന തരത്തിൽ അത് നമുക്ക് ഉടമപ്പെടുത്തി സംരക്ഷിച്ചു നൽകാനും രണ്ടിനും കഴിവുള്ളവനാണ് അള്ളാഹ്. ആ അള്ളാഹ് പറയാ, എടോ നിന്റെ ഈ വയലിൽ, നിന്റെ ഈ തോട്ടത്തിൽ, നിന്റെ ഈ കൃഷിയിടത്തിൽ ഇതാ നിന്റേതു മാത്രമല്ല, ഞാൻ അവിടെയുള്ള ആ പാവങ്ങൾക്കുള്ളൊരു വിഹിതം കൂടി നിന്റെ തോട്ടത്തില്, നിന്റെ കൃഷിയിടത്തില് നിക്ഷേപിച്ചിട്ടുണ്ട്. അതങ്ങ് എടുത്തു കൊടുത്തോ? അത് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിലോ നമ്മളെ സ്വത്ത് ശുദ്ധമാകുമോ? ഇല്ല. അപ്പൊ നമ്മളെ മനസ്സൊക്കെ ഇങ്ങനെ അല്ലാ അല്ലാ എന്ന് പറഞ്ഞ് നമ്മൾ ശുദ്ധാക്കിക്കൊണ്ടിരിക്കുക. മനസ്സിൽ അല്ലല്ലാതെ വേറെ ഒന്നുമില്ല. അതേപോലെ നമ്മളെ നാവ്, നമ്മുടെ ചുണ്ടുകൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ്
ഇങ്ങനെ ദിക്റുകളും പ്രാർത്ഥനകളും. ഖുർആൻ ഇറങ്ങിയ മാസമാണ്, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന, ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന മാസമാണ്. ആ നിലയ്ക്ക് നമ്മളെ നാവും ചുണ്ടുമൊക്കെ നമ്മൾ പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹ് ഇഷ്ടപ്പെടാത്തത് നമ്മൾ ചെയ്യുന്നില്ല. അല്ലാഹ് നിഷിദ്ധമാക്കിയ നിരോധിച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു മാറി അകന്നു നിന്നു. ഇതേപോലെ തന്നെ ജീവിതത്തെ ശുദ്ധീകരിക്കാവുന്ന വഴികൾ മുഴുവനും നാം തേടിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഒരു മേഖല, സാമ്പത്തിക മേഖല, അതുമാത്രം ശുദ്ധീകരിക്കപ്പെടാതെ പോകാമോ? പാടില്ല. അതുകൂടി ശുദ്ധീകരിക്കപ്പെടണം. ഇനി ഇതിന്റെ ഗൗരവം കുറച്ച് കൂടുതലാണ്. ഈ പറഞ്ഞതൊരു തത്വം എന്നുള്ള നിലക്കേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇത് കൊടുക്കാതിരുന്നാൽ, ഇസ്ലാമിക ഭരണമുണ്ടെങ്കിൽ അവരുടെ ധനം കണ്ടുകെട്ടാനും അത് പാടി പിടിച്ചെടുക്കാനും സർക്കാരിന് നിയമം മൂലം അധികാരമുണ്ട് എന്നതാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്നത്. ഇത് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അത് നാളെ പരലോകത്ത് അവർക്ക് ശിക്ഷയായി, ശാപമായി, അതുവഴി അവർ ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് പ്രവാചകന്റെ താക്കീത്. നാൽക്കാലികൾ, ഒട്ടകങ്ങളും അതേപോലെ തന്നെ ആടുകളും മാടുകളുമൊക്കെ ഉള്ള മനുഷ്യൻ, ആ മനുഷ്യൻ അവയുടെ സകാത്ത് കൊടുത്തില്ലെങ്കിൽ നാളെ മഹിഷറിൽ അവന് നൽകപ്പെടുന്ന ശിക്ഷ, മൃഗങ്ങൾ അവന്റെ മീതെ ചവിട്ടി, നീ സകാത്ത് കൊടുക്കാതിരുന്ന ആ മൃഗങ്ങളിതാ അവനെ ചവിട്ടി മെതിച്ചുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെടുന്നു, മർദ്ദിക്കപ്പെടുന്നു. പരലോകത്ത് അവ മുഖേനയാണ് അവൻ ശിക്ഷിക്കപ്പെടുന്നത്. ഇതുപോലെ സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെച്ച ആളുകൾ, അതിൻ്റെ സകാത്ത് കൊടുക്കാത്തവർ, ആ ലോഹം അത് ചുട്ടുപഴിപ്പിച്ച് അതുകൊണ്ടാണ് അവരുടെ ശരീരം പൊള്ളിക്കപ്പെടുന്നത്, അവർക്ക് ശക്തമായ ശിക്ഷ നൽകപ്പെടുന്നത് എന്നർത്ഥം. ഇത്തരത്തിലുള്ള ഗൗരവതരമായ താക്കീതുകളുണ്ട്. ഞാൻ അതിലേക്ക് പോയിട്ടില്ല. ഇനി നിമിഷങ്ങൾ ഇഫ്താറിന് വേണ്ടി ഒന്ന് ഒരുങ്ങിയിരിക്കാനുള്ള സമയമാണ് നമ്മുടെ മുമ്പിൽ ബാക്കി നിൽക്കുന്നത്. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഈ ഉള്ള സമയം ലോക്യം പറയാനും നാട്ടുവർത്തമാനം പറയാനും അല്ല ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ റമളാനിലെ വിശുദ്ധി അത് കണക്കിലെടുത്തുകൊണ്ട് ഇതുവരെ നമ്മൾ കഴിച്ചുകൂട്ടിയത്, ഇന്നിവിടെ വന്നിരുന്നതിന് ശേഷം ഇതുവരെ കേട്ട കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുവാനുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു സമയമാണ് എന്നുകൂടി മനസ്സിലാക്കി ഈ ഏതാനും ബാക്കി നിൽക്കുന്ന ഈ നിമിഷങ്ങൾ ഇത് നഷ്ടപ്പെടാതെ, ഇത് ഫലപ്രദമായി നമ്മുടെ മനസ്സിനെ, നമ്മുടെ നാക്കിനെ, നമ്മുടെ വാക്കിനെ, നമ്മുടെ കർമ്മങ്ങളെ, നമ്മുടെ ജീവിതത്തെ മുഴുവൻ ശുദ്ധീകരിക്കാൻ ഈ ദിവസങ്ങൾ ഓരോന്നും നമുക്ക് ഉപകരിക്കത്തക്ക വിധത്തിൽ ലഭിക്കുന്ന അറിവുകൾ അവ നാം ഉൾക്കൊള്ളുവാനും ആ അറിവുകൾ അനുസരിച്ച് ജീവിക്കുവാനും ഇത് ഭാവി ജീവിതത്തിലേക്ക് നമുക്ക് മുതൽക്കൂട്ടാവാനും നാം ശ്രമിക്കുക. സർവശക്തനായ നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന എല്ലാ വീഴ്ചകളും അവൻ നമുക്ക് പുറത്തു തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗം കൊണ്ടും കടം കൊണ്ടും കഷ്ടപ്പെടുന്നവർക്ക് ശമനവും ആശ്വാസവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലോകത്തെമ്പാടും കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, നമ്മെപ്പോലെ സ്വസ്ഥമായി സമാധാനത്തോടെ നോമ്പെടുക്കാൻ കഴിയാത്ത, പള്ളികളിൽ ചെന്നിരുന്നാൽ പോലും ഈ പള്ളി നമസ്കാരം കഴിയുന്നതിന് മുമ്പ്, ഞാൻ പുറത്തിറങ്ങുന്നതിന് മുമ്പ് ഇതിന് മീതെ ബോംബ് വന്ന് വീണ് തകർക്കപ്പെടുമോ എന്ന് പോലും അറിയാതെ ഭീതിജനകമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം സഹോദരങ്ങൾ ഈ വിശുദ്ധ റമളാനിൽ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ ഏറെയുണ്ട്. അവർക്കും നമ്മെപ്പോലെ സ്വസ്ഥമായ സമാധാനത്തോടുകൂടിയുള്ള സ്വൈരജീവിതം നൽകാൻ അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആൻ അവതരിച്ച ഈ മാസത്തിൽ ആ ഖുർആൻ പാരായണം ചെയ്യാനും ആ ഖുർആൻ മനഃപ്പാഠമാക്കാനും ആ ഖുർആനിൻ്റെ അർത്ഥവും ഉപദേശവും നിയമങ്ങളും സാരാംശങ്ങളും കൂടുതൽ ഗ്രഹിക്കുവാനും
ഖുർആനുമായുള്ള ബന്ധം സുദൃഢമാക്കുവാനും നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ റമളാൻ പൂർണ്ണാർത്ഥത്തിൽ ഉപയോഗപ്പെടുത്തുന്ന നല്ലവരായ വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വആലിഹി വസഹാബതി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.